തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ലീലയും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ലീലയുമാണ് ഗോപീ വസ്ത്രാപഹരണ ലീല. 22-ാം അധ്യായത്തിലുള്ള ഗോപീ വസ്ത്രാപഹരണ ലീല. ഈ അധ്യായത്തെ വിളിക്കുന്ന പേര് കാത്യായനി വ്രതം എന്നാണ്. അതായത് വൃന്ദാവനത്തിലെ ഗോപികമാർ കൃഷ്ണനെ പതിയായി കിട്ടാനായിട്ട്, ഭർത്താവായി കിട്ടാനായിട്ട് അവർ ഒരു വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതത്തിൻ്റെ പേരായിരുന്നു കാത്യായനി വ്രതം. എന്താണ് കാത്യായനി വ്രതം? അന്ന് വൃന്ദാവനത്തിൽ ഒരു കാത്യായനി ക്ഷേത്രം ഉണ്ടായിരുന്നു. ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ ശിവക്ഷേത്രവും ദേവീക്ഷേത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കൃഷ്ണൻ്റെ കാലശേഷമൊക്കെയാണ് പിന്നീട് രാമക്ഷേത്രങ്ങളും അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ വന്നത്. ഭാരതത്തിലെ ഏറ്റവും പഴയ ക്ഷേത്രം എന്ന് പറയുന്നത് സ്വയംഭൂ ശിവലിംഗ ക്ഷേത്രങ്ങളാണ്. ഏതാണ്? അതിനെയാണ് നമ്മൾ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ എന്ന് പറയാം. ഇതായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത് 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 12 ജ്യോതിർലിംഗങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതെല്ലാം പ്രതിഷ്ഠിച്ചതല്ല, അതെല്ലാം സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ പ്രകടമായതാണ്. ഒരു പൂർണ്ണമായും ശിവലിംഗ രൂപത്തിൽ എന്ന് പറയാൻ പറ്റില്ല, പല രൂപങ്ങളിൽ പ്രകടമായി, പക്ഷെ ശിവനായി ആരാധിച്ചിരുന്നു. ഇതേപോലെയാണ് ആളുകൾ ദേവിയെ ആരാധിച്ചിരുന്നു. ഇപ്പോൾ വൃന്ദാവനത്തിൽ ആരാധിക്കപ്പെട്ട ദേവിയാണ് കാത്യായനി ദേവി. കാർത്യായനി എന്നല്ല, കാത്യായനി. ആരാണ്? അതായിരിക്കും പിൽക്കാലത്ത് ആരായത്? കാർത്യായനിയത്. അപ്പം കാത്യായനി ക്ഷേത്രം ഇന്നും വൃന്ദാവനത്തിലുണ്ട്, കാത്യായനി ക്ഷേത്രം. അപ്പം അവിടെ ആളുകൾ ആരാധിക്കുമായിരുന്നു. അപ്പം ഈ കാത്യായനി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചവർ വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതത്തിൻ്റെ പേരും എന്തായി? കാത്യായനി വ്രതം എന്നായി. എന്താണ്? അപ്പം അതെന്തിനാണ് കാത്യായനി വ്രതം? ഗോപികമാർക്ക് കൃഷ്ണനുമായി ചേർന്ന് ആടിയും പാടിയും കളിച്ചും അങ്ങനെയൊരു മോഹം അവരുടെ ഉള്ളിൽ. എന്താണത്? ഭാവിയിൽ കൃഷ്ണനെ ഞങ്ങൾക്ക് ഭർത്താവായി കിട്ടണമെന്ന്. കൃഷ്ണൻ പ്രായം കുറവാണ്. ഗോപികമാരാണെങ്കിൽ പലരും കല്യാണം കഴിച്ചവരുമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു മോഹം, എന്നും ആരെ കിട്ടണം? കൃഷ്ണനെ. കൃഷ്ണനിൽ നിന്ന് വേർപിരിഞ്ഞൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം കൃഷ്ണൻ്റെ ആ സാന്നിധ്യം, കൃഷ്ണൻ്റെ ആ പുല്ലാങ്കുഴൽ നാദം, അതുപോലെ കൃഷ്ണൻ്റെ തമാശകൾ, കൃഷ്ണൻ്റെ ആ മാസ്മരികമായ പലതരത്തിലുള്ള നൃത്തങ്ങൾ, കൃഷ്ണൻ്റെ ഉപദേശങ്ങൾ, അങ്ങനെ പലതുകൊണ്ടും കൃഷ്ണൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ, ഇതെല്ലാം കൊണ്ടും അവരുടെ കണ്ണിലുണ്ണിയായി, അല്ലെങ്കിൽ എല്ലാമെല്ലാമായി, സർവസ്വമായി കൃഷ്ണൻ മാറിക്കഴിഞ്ഞു. ഇപ്പം കൃഷ്ണനെ വിട്ടുകൊണ്ടുള്ളൊരു വൃന്ദാവനം അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് അവർ ഓർത്തത്, കൃഷ്ണനെ എന്നേക്കുമായി കിട്ടാൻ ദേവിയുടെ ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് വേണം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് അവരെടുത്ത വ്രതമാണ് കാത്യായനി വ്രതം. അപ്പോൾ കാത്യായനി വ്രതം നമ്മൾ പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ ഇതാണ് തിരുവാതിര എന്ന പേരിൽ അറിയപ്പെട്ടത്. ധനുമാസത്തിൽ അനുഷ്ഠിച്ച വ്രതമായിരുന്നു കാത്യായനി വ്രതം. അപ്പോൾ ഗോപികമാരെല്ലാവരും പുലർച്ചയ്ക്ക് തന്നെ കാളിന്തിയിലെത്തും, യമുനയിലെത്തും. കാളിന്തി യമുന എന്നൊക്കെ പറഞ്ഞ ഒരു നദിയാണ്. അപ്പോൾ ആ യമുനാ നദിയിലെത്തി അവർ മുങ്ങി, അവരെന്ത് ചോദിച്ചാൽ മണ്ണുകൊണ്ടൊരു രൂപം ഉണ്ടാക്കും. അതൊരു സങ്കല്പം. ആരെന്ന സങ്കല്പം? കാത്യായനി ദേവി എന്ന സങ്കല്പം. എന്നിട്ട് അവരിത്തിരി വെള്ളം കയ്യിലെടുത്ത് പ്രാർത്ഥിക്കും. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. എല്ലാവരും ഒന്ന് ചൊല്ലൂ. കാത്യായനി മഹാമായേ. പറയൂ.
മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമഃ. എന്തായിരിക്കും അർത്ഥം? കാത്യായനി മഹാമായേ, മഹാമായായിരിക്കുന്ന കാത്യായനി ദേവി, അവിടുന്ന് യോഗിനി അതീശ്വരി, എല്ലാ യോഗങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കും അതീശ്വരിയായ ദേവി, ഞങ്ങൾക്ക് നന്ദഗോപസുതം, നന്ദഗോപരുടെ സുതൻ, ഞങ്ങൾക്ക് പതിം കുരു. പതി കുരു എന്ന് പറഞ്ഞാൽ കുരു വരണേന്നാണോ? അല്ല, കുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണനെ ഞങ്ങൾക്ക് ആരായി തരണം? ഭർത്താവാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ ദേവിയോട് ഇങ്ങനൊരു അപേക്ഷ ഗോപികമാർ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപേക്ഷിച്ചുകൊണ്ട് അവർ ആ വെള്ളത്തിൽ കാളിന്തി യമുനയിൽ മുങ്ങിക്കുളിച്ച് പോരും. അവരുടെ ഒരു പ്രതീക്ഷയാണ് കൃഷ്ണൻ അല്ലെങ്കിൽ ദേവി ഈ പ്രാർത്ഥന നിറവേറ്റുന്നു. അങ്ങനെ അവരുടെ കാത്യായനി വ്രതത്തിൻ്റെ ദിവസം ഗോപികമാർ എന്ത് ചെയ്തു വെച്ചാൽ കാലത്ത് പുലർച്ചയ്ക്ക് ഈ കാളിന്തി നദിയിലേക്ക് പുറപ്പെട്ട് അവരെ വസ്ത്രം കഴിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങി മണ്ണുകൊണ്ടൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി അവരെ ഉറക്കെ ചൊല്ലി കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമഃ എന്ന് ചൊല്ലി മുങ്ങി. ഈ മുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവർ കേൾക്കുന്നത് പുല്ലാങ്കുഴൽ നാദമാണ്. അതും ആ കാളിന്തിയുടെ തീരത്ത്. അപ്പോൾ അവരുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണനെ പതിയായി കിട്ടണം എന്ന് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു, ഏറ്റു, നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നൊരു തോന്നൽ ആർക്ക്? അവരാ സന്തോഷം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്ത് ആ സന്തോഷം അവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവർ വെള്ളത്തിലങ്ങനെ മുങ്ങി പൊങ്ങുന്ന സമയത്താണ് ഒരു ഗോപികയുടെ ശ്രദ്ധ കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന ഭാഗത്തേക്ക് തിരിഞ്ഞത്. പുല്ലാങ്കുഴൽ ശബ്ദം എവിടെ നിന്ന് വരുന്നു? അപ്പോൾ പറഞ്ഞു, ദേ കൃഷ്ണൻ ഇവിടെയാണ് എന്ന് പറഞ്ഞപ്പം ഒരു ഗോപിക പറഞ്ഞു, കൃഷ്ണൻ മാത്രമല്ല നമ്മുടെ തുണിയും. അപ്പം കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ ആ മരത്തിൽ കയറുന്നതിന് മുമ്പ് ഗോപികമാർ അഴിച്ചിട്ട എല്ലാ വസ്ത്രവും തൂക്കിയെടുത്ത് എവിടെ കൊണ്ടുപോയിട്ടു? മരത്തിൻ്റെ മുകളിൽ. തോർത്തുമില്ല, ഉടുക്കാനുള്ളതുമില്ല. ഗോപികമാർക്ക് നാണം മറയ്ക്കാൻ ഒരു നൂല് പോലും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഗോപികമാരിത് കണ്ടപ്പോൾ വലിയ സങ്കടം. അവർ വെള്ളത്തിലിറങ്ങി നിന്നു, കാരണം നാണക്കേട് വന്നവർക്ക്. ഉടനെ ഗോപികമാർ പറഞ്ഞു, ഞങ്ങൾക്ക് പതിയില്ലെങ്കിലും തുണിയും കുരുവെന്നും. ഇപ്പോൾ അവർക്ക് പതി വേണ്ട, അപ്പം ഇനി എന്ത് മതി? ഉടുക്കാനുള്ള വസ്ത്രം മതി. ഞങ്ങൾക്ക് വസ്ത്രം തരൂ, ദീയതാം വാസം. ഞങ്ങൾ തോഴികളല്ലേ, സഖികളല്ലേ, പ്രിയകളല്ലേ, ദാസികളല്ലേ, അതുകൊണ്ട് വസ്ത്രം തരണമെന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഗോപികമാരെ, എനിക്ക് നിങ്ങളുടെ വസ്ത്രം കൊണ്ടെന്താ കാര്യം? ഹേയ്, നിങ്ങളുടെ വസ്ത്രമൊന്നും എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ഓരോരുത്തർ കയറി വന്നോളൂ, ഞാൻ വസ്ത്രം തരാമെന്നാണ്. നന്നായില്ലേ? കയറി വരാൻ പോലും മാർക്ക് ഇനി പതിം കുരും വേണ്ട. ഏത് മതി? വസ്ത്രം മതി, തുണി മതി. അപ്പം ഭഗവാൻ പറഞ്ഞു, അയ്യോ ഗോപികമാരെ, എനിക്ക് നിങ്ങളുടെ വസ്ത്രമൊന്നും വേണ്ട, ഓരോരുത്തരായി കയറി വരാൻ. കയറിപ്പോകാൻ തോന്നുമോ? കയറി വരാൻ പറ്റുമോ? അപ്പോൾ അവർ കെഞ്ചി, തോഴികളല്ലേ, സഖികളല്ലേ, പ്രിയകളല്ലേ, കൃഷ്ണ ഞങ്ങളിങ്ങനെ പരീക്ഷിക്കരുത്, ഞങ്ങളിങ്ങനെ അപമാനിക്കരുത്, സ്ത്രീകളെങ്ങനെ ഒരു ഇതിലാക്കരുത്, അതുകൊണ്ട് വസ്ത്രം തരൂ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, തരാലോ. എല്ലാവരും കയറി വന്നാൽ തരാനായി. എങ്ങനെ കയറി വന്ന? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സ്ത്രീകൾ കുളിക്കുന്നിടത്ത് കൃഷ്ണൻ എന്താ കാര്യം? കൃഷ്ണൻ തുണിയൊക്കെ താഴോട്ട് പോവിടുന്നു, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. കൃഷ്ണൻ പറഞ്ഞു, വസ്ത്രം തന്നിട്ടേ പോവുള്ളൂ എന്ന്. നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ ഒരു ഗോപികയ്ക്ക് കലി പിടിച്ചു.
ആ ഗോപിയെ പറഞ്ഞു, ദേ ഞാൻ നന്ദഗോപുരയുടെ അടുത്ത് പോയി പറയും, നന്ദഗോപുരയുടെ അടുത്ത് നിന്ന് കൃഷ്ണന് കണക്കിന് കിട്ടും. അതുകൊണ്ട് എത്രയും വേഗം കൃഷ്ണൻ എന്ത് ചെയ്യണം, കൃഷ്ണൻ വസ്ത്രം തരണമെന്ന്. അപ്പം കൃഷ്ണൻ പറഞ്ഞു കൈകൂപ്പിക്കൊണ്ട്, എന്നാൽ വേഗം നന്ദഗോപുരോട് പറഞ്ഞിട്ട് വരുമെന്ന്. അപ്പോഴാ ഗോപിക്ക് മനസ്സിലായി നന്ദഗോപുരം അടുത്ത് പോകണമെങ്കിലും തുണി വേണ്ടേ, അപ്പോഴും പ്രശ്നമുണ്ടല്ലോ. അവസാനം അവർക്ക് മനസ്സിലായി തുണി കിട്ടാൻ വഴിയില്ല എന്ന്. എല്ലാവരും കരയിൽ കയറി, നാണം മറച്ച് പാവം അങ്ങനെ ഒരാളുടെ പുറകിലൊളിച്ച് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്ന ഓരോരുത്തർ. ഈ തരത്തിലൊക്കെ നിൽക്കുമ്പോൾ കൃഷ്ണൻ പറയുകയാണ് അവരോട്, നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല, തുണിയില്ലാതെ എങ്ങനെ വെള്ളത്തിലിറങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു തെറ്റിനൊരു പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ട പ്രായശ്ചിത്തം? ഒരു ശിക്ഷ. എന്താണത്? നിങ്ങൾ 2 കൈയും മുകളിലേക്ക് കൂപ്പി എൻ്റെ മുന്നിൽ നിൽക്കണമെന്ന്. ആകെ നാണം മറയ്ക്കാൻ എന്തേ ഉള്ളൂ? കയ്യേ ഉള്ളൂ. അത് മുകളിലേക്ക് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിന് പേരാണ് പോസ്കോ കേസ്. ബെയിലബിൾ പോലുമല്ല. കൃഷ്ണൻ ജനിച്ചിടത്ത് തന്നെ പോണ്ടി വരും. എവിടെ പോണ്ടി വരും? എവിടെയാണ് കൃഷ്ണൻ ജനിച്ചത്? കാരാഗ്രഹത്തിൽ. ഇന്നായിരുന്നു കൃഷ്ണൻ എന്നുണ്ടെങ്കിൽ ജാമ്യം പോലും കിട്ടാൻ വകുപ്പില്ല. ഉണ്ടോ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഇപ്പം ബാക്കി നിങ്ങളാ പറയേണ്ടത്. എന്നിട്ട് വേണം ബാക്കി പറയാൻ. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഇനി നിങ്ങൾ മിണ്ടുകയില്ലേ, എനിക്കറിയാം. എന്താണ്? ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. വസ്ത്രമില്ലാതെ വെള്ളത്തിലിറങ്ങണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ പല ബീച്ചുകളിലും ആരും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഗോപികമാരോട് കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ശരിയാണ്. എന്തൊരഭിപ്രായമില്ലേ നിങ്ങൾക്ക്? ശരിയാണോ അല്ലയോ? ശരിയാണോ? ശരിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളുണ്ടായിരുന്നെങ്കിലോ? അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിയാണോ അല്ലേ എന്ന് അപ്പോഴല്ലേ അറിയില്ലോ. കണ്ടവനിപ്പോൾ തുണിയിലേക്ക് നിങ്ങൾക്കിപ്പോൾ എന്ത് കാര്യം അല്ലേ? പൊതുവെ ഒരു സാമൂഹിക തലത്തിൽ ശരിയാണോ? ആണോ? അല്ല. കൃഷ്ണൻ ചെയ്തത് ശരിയല്ല. അങ്ങനെയൊരു കാരണം സ്ത്രീകൾ മുഴുവൻ വിവസ്ത്രകളായിട്ട് അല്ലേ, അതും കൈകൂപ്പി മുന്നിൽ നിൽക്കാൻ പറഞ്ഞാൽ ഏറെ അപകടമാണത് അല്ലേ, ആ ഒരു ചിത്രം. അപ്പം എന്തിനാണ് കൃഷ്ണൻ ഗോപികമാരോട് ഈ ഒരു കാര്യം ചെയ്തത്? എന്താണതിൻ്റെ ഉദ്ദേശം? അത് നമുക്ക് കാണണമെങ്കിൽ 22-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകത്തെ എടുക്കണം. എത്രയാണ്? 22-ൽ 26-ാം ശ്ലോകം. ഇതാണ് ഭാഗവത്തിൽ ഇത്തരം ശ്ലോകങ്ങളാണ് ഇങ്ങനെയുള്ള കഥകളുടെ ഉള്ളിലുള്ള പൊരുൾ നമുക്ക് കാണിച്ചു തരുന്നത്. പലപ്പോഴും നമുക്ക് ഭാഗവതം അറിയാത്തത് കൊണ്ടായിരിക്കാം പലരും ഇതൊക്കെ ആ ഒരു വൃത്തികേടിൻ്റെ കഥകളായി കൃഷ്ണൻ സ്ത്രീകളുടെ നഗ്നത നോക്കി എന്നിട്ട് പിന്നെന്താ നിങ്ങൾ വലിയ ഹിന്ദു മതത്തിന് വലിയ കാര്യം പറയണത്, കൃഷ്ണൻ തന്നെ ഒരു മോറൽ തെറ്റിച്ച ഒരാളാണ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ശരിയല്ലത്? കൃഷ്ണനെ പരിഹസിക്കാനും നിന്ദിക്കാനും ഒക്കെ ഇത്തരം കഥകൾ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എന്താണ് കൃഷ്ണൻ ചെയ്തത്, എന്തിനാണ് ചെയ്തത്, ഇതൊന്നും നമ്മളാരും പഠിക്കാറുമില്ല, പരിശോധിക്കാറില്ല. ഏതായാലും 22-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകം എടുക്കുക. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, കാരണം നമ്മളൊക്കെ പറയാറുണ്ട് എന്ത്, ഗോപികമാരുടെ വസ്ത്രവും തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പ തിരുനോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ, ഇതൊക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഈ കഥകൾക്കുള്ളിലുള്ള പൊരുളിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. 26-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മയ്യാവേശിതതിയം കാമകാമായ കൽപ്പതേ ഭർച്ചിത്വാ കുതിദാതാന പ്രായോ ബീജായ നിഷ്യതേ. എന്താ പറയണത്?
അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഗോപികമാരോട് പറയുന്നത് വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് ബീജം എന്ന് പറഞ്ഞാൽ ഇവിടെ വിത്ത്, അതായത് നമ്മുടെ ഈ ധാന്യവിത്തുകൾ, ധാന്യങ്ങൾ, നമുക്ക് ചെറുപയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മമ്പയർ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഉണ്ടോ? ഈ സാധനങ്ങളൊക്കെ ധാന്യങ്ങൾ. എന്താണ്? ഇതെല്ലാം വറുത്ത് കഴിഞ്ഞാൽ, ഭർച്ചിതം എന്ന് പറഞ്ഞാൽ വറക്കുക, വറുത്ത് കഴിഞ്ഞാൽ ബീജം എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്ന അവസ്ഥ നൈഷ്യത ഒരിക്കലും ഉണ്ടാവില്ല. അതായത് വിത്ത് വറുത്താൽ ഒരിക്കലും, വറുത്ത വിത്ത് ഒരിക്കലും മുളയ്ക്കില്ല നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ കൃഷ്ണൻ പറയണു, മൈ ആവേശിത ദിയാം, ആരുടെ മനസ്സാണോ എന്നിൽ ആവേശിതം, ദീ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. മൈ ആവേശിത ദിയാം, ആവേശിക്കുക പറഞ്ഞാൽ എന്നിലേക്ക് ചേർന്നത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആരുടെ മനസ്സാണോ നാമജപാദികളിലൂടെ, ആ നാമജപത്തിലൂടെ ഭഗവാനിലേക്ക് അലിയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമജപത്തിൽ ആർക്കാണോ മനസ്സിനെ ലയിപ്പിക്കാൻ പറ്റുന്നത് അവർക്കൊരിക്കലും എന്തില്ല, കാമകാമായ കൽപ്പതേ, ഇനിയും ഒരു എന്താണ് പൂരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ കാമം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജന്മത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഇത് മനുഷ്യൻ്റെ മനസ്സ്, നമ്മുടെ മനസ്സൊരു അത്ഭുതമാണ്. എത്രമാത്രം ചിന്തകളാണ് അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ മനസ്സിലുള്ള ചിന്തകളല്ലേ? ആണോ? ഇപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മളൊക്കെ അത്യാവശ്യം ഹൈടെക് മൊബൈലൊക്കെ കൊണ്ടു നടക്കുന്നവരാണ്. സ്മാർട്ട് ഫോൺ എന്ന് പറയും. എന്താണ് സ്മാർട്ട് ഫോണുകളുണ്ട്. അപ്പോൾ ഈ ഫോണുകളിലൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, അല്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ ഫോണിലൊക്കെ നമുക്കറിയാം സ്റ്റോറേജ് എന്നുള്ളൊരു സംഭവം. എന്താണ്? ഈ സ്റ്റോറേജുകളിലാണ് നമ്മളെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും വന്ന് ചേരുന്നത്. ഇപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും, എന്ത്? സ്റ്റോറേജ് ഫുൾ എന്ന്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആവശ്യമില്ലാത്തതൊക്കെ നോക്കും. ഓ, ഇവളുടെ ഒന്നും ആവശ്യമില്ല, പോട്ടെ എന്ന് അവളെയും വിളിയൊക്കെ സെലക്ട് ചെയ്യും. നമുക്കിഷ്ടം വലിയ താല്പര്യമില്ലാത്തവരെയൊക്കെ നമ്മൾ വേഗം അടിച്ചു മാറ്റി കളയും, അല്ലേ? എന്നതുപോലെ നമുക്ക് മൊബൈലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, എന്ത്? സ്റ്റോറേജ് കൂട്ടാം. ഇതിനെ ക്ലൗഡിങ് എന്നൊക്കെ പറയും. ക്ലൗഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് നെറ്റ് വഴി വാങ്ങിച്ച് കൂട്ടാം. പക്ഷെ അവിടെയും നമുക്കൊരു പരിമിതിയുണ്ട്, എല്ലാറ്റിനും ഒരു പരിമിതി. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ തലയ്ക്കകത്ത് കുട്ടിക്കാലം മുതൽ കണ്ട സ്വപ്നങ്ങൾ, എത്രമാത്രം സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു? മാനേജർ നേരത്തെ എത്തി, എത്രമാത്രം സ്വപ്നങ്ങളൊക്കെ ധാരാളം എത്തിക്കഴിച്ചു. ഈ സ്വപ്നങ്ങളുടെ ഒക്കെ വീഡിയോ, ഇതൊക്കെ ഒരു വീഡിയോ ആണല്ലോ. ഇതിൻ്റെയൊക്കെ നമ്മൾ മെമ്മറി ഇത് നോക്കുകയാണെങ്കിൽ എത്ര GB യോ എത്ര TB യോ ഇല്ലേ? നമ്മുടെ ഉള്ളിൽ മെമ്മറി എത്ര ഉണ്ടാവും? നിർണ്ണയിക്കാൻ പറ്റുമോ? ഉറക്കെ പറയൂ, എത്രമാത്രം? ഇനി മറ്റ് മൊബൈലിലൊക്കെ സ്റ്റോറേജ് ഫുള്ളായാൽ പിന്നെ ഒരു മെമ്മറിയും കയറില്ല. എന്നാൽ നമ്മുടെ തലയിൽ ഇന്ന് വരെ സ്റ്റോറേജ് ഫുൾ എന്നുള്ളൊരു അങ്ങനെ ഒരു മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയും എന്ത് വേണമെങ്കിലും കുത്തി നിറയ്ക്കും. ഇങ്ങനൊരു ആരാ കണ്ടുപിടിച്ച് സ്റ്റോറേജ് ആവോ? ഇല്ലേ? അതൊരു സ്റ്റോറേജ് അല്ലേ? ആണോ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം ഇതൊക്കെ നോക്കൂ, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഉണ്ടോ? ഇത് ഇനിയും പുതിയ പുതിയ മെമ്മറികൾ നമ്മുടെ ഉള്ളിൽ കൂട്ടാം. ഈ ചിന്തകളാണ്, ഈ മെമ്മറികളാണ് ജന്മത്തിന് കാരണം. വിത്താണ് ഒരു ചെടിയെ സൃഷ്ടിക്കുന്നതെങ്കിൽ മനസ്സാണ് ജന്മം സൃഷ്ടിക്കുന്നത്.
മനസ്സിൽ നിന്നാണ് ജന്മങ്ങൾ ഉണ്ടാവുന്നത്. ഏതിൽ നിന്ന്? അവർക്ക് പറയൂ. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ബീജത്തിലും മണ്ടത്തിലും ചേരുന്നത് ഒരു ജീവാണുവാണ്. ജീവാണു എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഇപ്പം മനസ്സിലെ ചിന്തകളൊന്നും നശിക്കുന്നില്ല മരണത്തോടുകൂടി. ജനിച്ചു വരുന്ന കുട്ടികളിൽ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ നേരത്തെ ഉള്ള ജന്മങ്ങളിൽ കണ്ട അനുഭവങ്ങളുടെ സ്വപ്നങ്ങളാണ്. ആയിരിക്കുമോ? അവർക്ക് പറയൂ നിങ്ങൾ. അപ്പോൾ ഒരു ചിന്തകളും നശിക്കുന്നില്ല. അപ്പോൾ ഇതിനെന്താ ഒരു വഴി? ഈ ജനന മരണ ചക്രം ഇല്ലാതാക്കാൻ മനസ്സ് നാമം ജപിക്കും തോറും, നാമത്തിൽ മുഴുകും തോറും അവസാനം ആ മനസ്സ് ബോധത്തിൽ വന്നലിയുന്നതാണ്. ഏതിൽ വന്നലിയും? അതെങ്ങനെ മനസ്സിലായി? ഇപ്പം നമുക്ക് ഉറങ്ങണം 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 ഒരൊറ്റ ചിന്ത വെച്ച് നമ്മൾ ആ ഉറക്കത്തെക്കുറിച്ച് ഉറക്കത്ത് കണ്ണടച്ച് എനിക്ക് ഉറങ്ങണം ഉറങ്ങണം, വേറെ ഒന്നും ചിന്തിക്കില്ല. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാൻ കൂട്ടാക്കുന്നില്ല. ആ മനസ്സങ്ങോട്ട് അറിയാതെ കെട്ടടങ്ങും. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇപ്പം നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ഉറക്കുമ്പോൾ നമ്മൾ മൂളിക്കൊണ്ടോ പാടിക്കൊണ്ടോ ഒക്കെ ഉറക്കും. കാരണം അവരെ ചിന്ത വേറെ എങ്ങോട്ടും പോകരുത്. അപ്പം ആ മൂളലിൽ തന്നെ ചിന്ത നിന്ന് കുട്ടി ഉറക്കത്തിലേക്ക് ഉറക്കെ പറയൂ അലിഞ്ഞു വീഴുന്ന പോലെ നാമത്തിൽ അലിഞ്ഞലിഞ്ഞ് ബോധത്തിലെത്തും. എവിടെ എത്തും? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഭഗവാൻ പറയുന്നു, കാമം കാമായ ന കൽപ്പതേ. ഇനിയൊരു ജന്മത്തിന് വേണ്ടുന്ന കാമം നിങ്ങളിൽ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജന്മത്തിന് വേണ്ടുന്ന മോഹങ്ങളൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. കാരണം എല്ലാം കെട്ടടങ്ങി. നിങ്ങൾ ആരിലേക്ക് എത്തിക്കഴിഞ്ഞു? ആരിലേക്ക് എത്തിക്കഴിഞ്ഞു? ഭഗവാനിലേക്ക്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മൾ ഇന്നലെ കണ്ടു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 11-ാം സ്കന്ധം 14-ാം അധ്യായം 27-ാം ശ്ലോകം. എന്താ പറഞ്ഞത്? 11-ാം സ്കന്ധം 14-ാം അധ്യായം 27-ാം ശ്ലോകത്തിൽ പറയും. 11-ൽ 14-ൽ 27 വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. ഇതൊന്നെല്ലാവരും ഒന്ന് ആവർത്തിക്കൂ. മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ അനുസ്മരിക്കുന്ന മനസ്സ് എന്നിൽ തന്നെ വന്ന് അലിഞ്ഞു ചേരുന്നു. അപ്പോൾ ഈ മനസ്സിനെ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ അവസാനം പൂർണ്ണബോധത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവും സാമർഥ്യവും ശക്തിയും എല്ലാം ഉണ്ട് എന്നർത്ഥം. അപ്പം നമ്മളാരും മോശക്കാരല്ല. എവിടെ എത്തിച്ചേരാം? പൂർണ്ണബോധത്തിൽ എത്തിച്ചേരാം. എവിടെ എത്തിച്ചേരാം? അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നെ അനുസ്മരിക്കുന്ന മനസ്സ് എന്നിൽ തന്നെ വന്ന് ചേരുന്നതാണ് എന്ന് പറയുമ്പോൾ മാം അനുസ്മരത എന്ന് പറഞ്ഞത് അർത്ഥാവില്ലേ നിങ്ങൾക്ക്? മാം എന്നെ അനുസ്മരത, അനസ്യൂതം സ്മരിക്കുന്ന ചിത്തം മനസ്സ്, മയി ഏവ എന്നിൽ തന്നെ, പ്രവിലീയതേ വിലീയതേ ലീയതേ എന്ന് പറഞ്ഞത് അർത്ഥം എന്നിൽ തന്നെ വന്ന് അവർക്ക് പറയൂ ലയിച്ചു ചേരുന്നു. അപ്പം ഭഗവാനിൽ പൂർണ്ണബോധത്തിൽ ലയിച്ചു ചേരാൻ യോഗ്യതയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ. അപ്പോൾ കൃഷ്ണൻ ഇവിടെ ഗോപികമാരോട് എന്താ പറയണത്? നിങ്ങളുടെ മനസ്സ് എന്നിൽ അർപ്പിച്ച്, അതായത് നാമജപത്തിൽ ഉറപ്പിച്ചും ലയിപ്പിച്ചും നിങ്ങൾ മുന്നോട്ട് പോയാൽ, നിങ്ങൾ എന്നിൽ വന്നു ചേർന്നാൽ നിങ്ങൾക്കിനി ഒരു ജന്മത്തിൻ്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കണം. അപ്പം കൃഷ്ണൻ പറയുന്നത് എന്നെ ഭർത്താവായി കിട്ടാനല്ല പ്രാർത്ഥിക്കേണ്ടത്, എന്നിൽ അലിഞ്ഞു ചേർന്ന് ഞാനും നിങ്ങളും ഒന്നാവണമെന്ന്. ലോകത്തിൽ ഇങ്ങനെ പഠിപ്പിച്ച അവതാരമൂർത്തി ആരാണ്? കൃഷ്ണനെ. എവിടെ എത്തിച്ചിരിക്കുന്നത് നമുക്ക് ഗോപികമാരെ എവിടെ എത്തിക്കുന്നത്? പ്രാർത്ഥിച്ചിരിക്കല്ല വേണ്ടത്,
എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ. കാരണം ഞാനും നിങ്ങളും ഉറക്കെ പറയൂ ഒന്നാണ്. മനസ്സിലാവുണ്ടല്ലോ. അപ്പം കൃഷ്ണൻ എന്തിനാണ് ഈ വസ്ത്രം അപഹരിച്ചത്? ആ വസ്ത്രം എന്നത് ശരീരബോധത്തിൻ്റെ പ്രതീകമാണ്. ഏതാണ്? കൃഷ്ണൻ തന്നെ വസ്ത്രത്തെ കാണുന്നത് ശരീരമായിട്ടാണ്. ഗീതയിൽ 2-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ അത് കാണാം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അതായത് നമ്മൾ സ്ത്രീ പുരുഷൻ എന്നതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ ഉറപ്പിച്ചു വെച്ചതാണ്. സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ആരും ഇവിടെ സ്ത്രീയും പുരുഷനൊന്നല്ല. ഇതൊക്കെ ഈ വ്യവഹാരത്തിൻ്റെയാണ്. എല്ലാവരും ഒരേ ബോധത്തിൻ്റെ അംശങ്ങൾ മാത്രമാണ്. അവിടെ സ്ത്രീയെന്നോ പറയൂ. ഇപ്പം നോക്കൂ, ശരീരത്തിലല്ലേ ആണും പെണ്ണും ഉള്ളൂ. മനസ്സിൻ്റെ തലത്തിൽ എന്താണും പെണ്ണും? ജെൻഡറുണ്ടോ? സ്ത്രീയുടെ മനസ്സിന് പെണ്ണെന്നുണ്ടോ? അവർക്ക് പറയൂ. ഉണ്ട്. ആണിൻ്റെ മനസ്സിന് ആണെന്നൊരു ഭാവമുണ്ടോ? ചിന്തകൾക്ക് ഉണ്ടോ? ഇല്ല. ചിന്തകൾ ആണുമല്ല, അവർക്ക് പറയൂ പെണ്ണുമല്ല. ശ്രദ്ധിക്കണം നിങ്ങൾ. ചിന്തകൾ പ്രവർത്തിക്കുന്നത് പ്രാണനിലാണ്. എവിടെയാണ്? പ്രാണനാണ് ഈ ശരീരത്തോട് ചേർന്നിരിക്കുന്നത്. ആരോട്? ശരീരത്തോട്. വാസ്തവത്തിൽ മനസ്സിന് ഈ ശരീരവുമായി ഒരു ബന്ധവുമില്ല. നമ്മളങ്ങനെ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ആണുമല്ല പെണ്ണുമല്ല. നമുക്ക് ഈ ശരീരവുമായിട്ട് വാസ്തവത്തിൽ ഒരു ബന്ധമില്ല. ഇപ്പം നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം അത് നമ്മുടെ ശരീരത്തിൽ കൂട്ടിക്കെട്ടി ചേർത്ത് വെച്ചതുകൊണ്ട് അങ്ങനെ വീഴാതിരിക്കുന്നു. ഇതിൻ്റെ കെട്ടും പൂട്ടൊക്കെ അഴിച്ചു വിട്ടാലോ? ചെറിയ കൊച്ചു കുട്ടികളില്ലേ ഇല്ലേ, ചില സമയത്ത് അവരുടെ വസ്ത്രം കഴിഞ്ഞ് താഴോട്ട്, ഇന്നലെ കണ്ടില്ലേ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മുണ്ട് അഴിഞ്ഞു പോകണു. കാരണം അതിന് അറിയില്ല അതെങ്ങനെ ഉടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ ശരീരത്തിൽ. ഈ ശരീരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വസ്ത്രം ശരീരത്തിൻ്റെ ഒരു, എന്നാൽ ശരീരത്തിനും വസ്ത്രത്തിനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അവർക്ക് പറയൂ. ഇതുപോലെ മനസ്സിനും ശരീരത്തിനും തമ്മിൽ വാസ്തവത്തിൽ ഒരു ബന്ധവും ഇല്ല. ഇത് പ്രാണനാണ് ചേർത്ത് വച്ചിരിക്കുന്നത്. പുള്ളിൻ്റെ ഉള്ളിൽ ആരും പെണ്ണുമല്ല ആണുമല്ല, എല്ലാവരും ഒരേ ബോധത്തിൻ്റെ അംശമാണ്. എന്താണ്? ആ ഒരു തലമൊന്നും വാസ്തവത്തിൽ സയൻസിന് അറിയില്ല. അപ്പം മനുഷ്യനെ വെറും ആണും പെണ്ണായിട്ടൊക്കെ കാണാനേ വ്യവഹാരത്തിനറിയുള്ളൂ. ഒരു പാരമാർത്ഥികമായ സത്യം നോക്കിയാൽ ആരും ആണും, അവർക്ക് പറയൂ പെണ്ണുമല്ല, എല്ലാവരും ഒരേ ബോധത്തിൻ്റെ അവർക്ക് പറയൂ അംശങ്ങളാണ്. അപ്പം നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? തിരിച്ചാ ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തണം, ചേർത്തണം. അതെന്തിനാണ്? ഈ ശരീരം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് പോവും. അപ്പം മനസ്സും എവിടേക്ക് പോകണം? എവിടെ നിന്നാണോ അത് ഉണർന്നു വരുന്നത് അവിടേക്ക് അതിനെയും എത്തിക്കണം. എത്തിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. വീണ്ടും പുനരഭിജനനം. കാരണം ഇതിന് നാശമില്ല, മനസ്സിനൊരു നാശമില്ല. എന്താ നാശമില്ലാത്തതിന് കാരണം? കാരണം ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല, നശിക്കില്ല. അപ്പോൾ ഉള്ളത് വീണ്ടും എന്തു ചെയ്യും? രൂപങ്ങളെടുത്ത് വീണ്ടും വീണ്ടും പ്രകടമാവും. ഉള്ളത് മാനിഫെസ്റ്റ് ചെയ്യും. എന്തു ചെയ്യും? പ്രകടമാവും. ഇങ്ങനെ ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ആരാ തീരുമാനിക്കുന്നത് ഈ ജന്മങ്ങളെ? സത്യത്തിൽ ഇത് ദൈവത്തിന് വല്ല പങ്കുണ്ടോ? ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? പറയൂ. നമ്മൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങളാണ് തീരുമാനിക്കുന്നത് എങ്ങനെയുള്ള ജന്മം വേണം. നിങ്ങൾക്കിവിടെ അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ജന്മങ്ങളായിരിക്കും. കൂടുതൽ കൂടുതൽ നിങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യും തോറും നിങ്ങൾ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. ഈ ചോദ്യം അർജുനൻ ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി നമുക്കത് നോക്കാം. ഗീതയിൽ 6-ാം അധ്യായത്തിൽ 37-ാം ശ്ലോകം. ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 37-ാമത് ശ്ലോകം.
നമുക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലുകയാണ്. അർജുനൻ ചോദിക്കുകയാണ്, കൃഷ്ണ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കണം, ജപിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോയി ജപിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു പോയാലോ, ഞാനെങ്ങാനും ഫ്യൂസ് പോയാലോ, ഹാർട്ടൊക്കെ നിന്ന് പോയാലോ, ഹാർട്ട് അറ്റാക്ക് അടിക്കാലോ, ഞാനെങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ ഗതി എന്തായിരിക്കും? അതാണ് ചോദ്യം. കിട്ടിയോ നിങ്ങൾക്ക്? 37. ഇനി നോക്കിക്കോളൂ. അയതി ശ്രദ്ധയോപേത യോഗ ചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. കൃഷ്ണ, ഞാൻ അങ്ങ് പറഞ്ഞ പ്രകാരം അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടന്നു, പക്ഷേ യോഗ ചലിത മാനസ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ ആ ചലിച്ചുപോയി എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ആ പൂർണ്ണമായ അനുഭവത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മരണം എന്നെ പിടികൂടി. ഞാൻ മരണത്തിൻ്റെ കയ്യിൽപ്പെട്ടു പോയാൽ, മരിച്ചിട്ടില്ല, മരിച്ചു കഴിഞ്ഞാൽ അപ്രാപ്യയോഗ സംസിദ്ധ്യം, എനിക്കാണെങ്കിൽ ആ നാമത്തിലേക്ക് മുഴുവൻ അങ്ങോട്ട് മുഴുകാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് എന്ത് പറ്റി? മരണം എന്നെ പിടിച്ചു കളഞ്ഞു. എങ്കിൽ കാ ഗതി കൃഷ്ണ ഗച്ഛതി, എൻ്റെ ഗതി എന്തായിരിക്കും? അതായത് ഒരാൾ അവരവരുടെ സാധനകൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടന്നു, പക്ഷേ അത് എവിടെയെങ്കിലും എത്തുന്നതിന് മുമ്പ് ആൾ മരണത്തിന് കീഴടങ്ങി. ഏതെങ്കിലും കാരണത്താൽ മരിക്കുകയാണെങ്കിൽ അവരുടെ ഗതി എന്തായിരിക്കും? അതിനെന്താ കൃഷ്ണൻ ഉത്തരം പറയുന്നത്? 40-ാം ശ്ലോകം. പാർത്ഥനൈവേഹനാമുത്ര. കിട്ടിയോ? എന്താ ചൊല്ലു? പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് ദുർഗതിം താത ഗച്ഛതി. കല്യാണകൃത്, ഇത് മറക്കരുത് ഈ വാക്ക്. കല്യാണകൃത്, കൃത് എന്ന് പറഞ്ഞാൽ കൃ എന്ന ധാതു കർമ്മത്തിൻ്റെ പ്രതീകമാണ്. കർമ്മം, കൃതം, ചെയ്യുക. അപ്പം ആരാണോ കല്യാണകൃത്, അവനവന് കല്യാണകരമായ, കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാരേജ് എന്നാണോ? അല്ല, കെട്ടലല്ല, കെട്ടുന്ന കാര്യമല്ല. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളകരമായ സത്കർമ്മങ്ങൾ, അതായത് അനുഷ്ഠാനങ്ങൾ ആരാണോ കൃത്യതയോടെ ചെയ്യുന്നത്, ദുർഗതിം നഗച്ഛതി, എന്തുണ്ടാവില്ല? അവർക്കൊരിക്കലും അത്ര ഉറപ്പ് കൃഷ്ണൻ തരികയാണ്. നോക്കൂ, നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കണം. തൊഴാൻ പോയത് കൊണ്ട് കാര്യമില്ല, തൊഴാൻ പോയത് കൊണ്ട് കാര്യമില്ല, വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. ഇവിടെ എന്ത് വേണം? സാധന അനുഷ്ഠിക്കണം. എന്ത് വേണം? കാരണം നമ്മുടെ ജോലി എന്താണ്? മനസ്സെന്ന് പറയുന്ന സങ്കീർണമായ ചിന്തകളുടെ കുടാരത്തെ, അതിനെ മുഴുവൻ നാമത്തിലേക്ക് അങ്ങോട്ട് അരച്ച് ചേർക്കണം. എന്ത് ചെയ്യണം? നാമത്തിലേക്ക് അരച്ച് ചേർക്കണം. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഉഴുന്നാട്ടിയിട്ടില്ലേ? പഴയ ആട്ടുകല്ലിൽ ഉണ്ടോ? ആട്ടിയിട്ടുണ്ടോ? നാട്ടുകാരല്ല, ഉഴുന്ന് ആട്ടാനിപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉഴുന്നാട്ടുമ്പോൾ അതെന്ത് ചോദിച്ചാൽ പുറത്തേക്ക് ആദ്യം തെറിച്ചു പോവും, അല്ലേ? തള്ളിപ്പോവും. കാരണം അത് കല്ലുമായിട്ട് അതിനൊരു പിടുത്തുണ്ടാവില്ല, കാരണം അത് ഉരുണ്ട മണിയല്ലേ. അപ്പോൾ വീണ്ടും അതിനെ മാടിയെടുത്ത് എന്ത് ചെയ്യണം? കുഴിയിലേക്ക് നീക്കണം. വേണ്ട, അങ്ങനെയല്ലേ? ആണോ? അങ്ങനെ വെള്ളമൊഴിച്ച് പതുക്കെ അത് ചതഞ്ഞ് അരയും, അല്ലേ? പൊടിഞ്ഞ് കുറേ കഴിഞ്ഞാൽ അത് പേസ്റ്റാവും, കംപ്ലീറ്റ് പേസ്റ്റാവും. പിന്നെ അത് വെണ്ണ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലും ഈ പേസ്റ്റൊന്നും കുഴിയിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര ഒരു ഗമ്മ് പോലെ അത് ഒട്ടിപ്പിടിക്കും. ആണോ? പറയൂ. എന്നതുപോലെയാണ് ഈ മനസ്സ്. നമ്മൾ നാമം ഈ മനസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നാമം തെറിച്ച് പോവും. കാരണം എന്താ വെച്ചാൽ അത്ര വേണ്ടാതീനം ഉള്ളിലുണ്ട്. ഇപ്പം ഈ നാമത്തെ ഉള്ളിലേക്ക് അടുപ്പിക്കാൻ, 7 മെട്ടിൽ അടുപ്പിക്കാൻ ഉള്ളിലെ വേണ്ടാത്ത ചിന്തകൾ സമ്മതിക്കുകയോ?
അതൊന്നും മിണ്ടാത്തത്. നാമം ചൊല്ലൽ എളുപ്പമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മനസ്സ് ആ സമയത്ത് 100 കാര്യങ്ങൾ ആലോചിക്കും വരുന്നത് ഉണ്ടോ? അപ്പം നാമത്തിലേക്ക് മനസ്സ് ലയിപ്പിക്കുക, അർപ്പിക്കുക, ഉറപ്പിക്കുക എളുപ്പമാണോ? ഉറക്കെ പറയൂ. അല്ല. അപ്പം എന്തു ചെയ്യണം? ആട്ടിക്കൊണ്ടേയിരിക്കണം. ഏത് ഉഴുന്നോ? നാമത്തെ മനസ്സിലിട്ടുകൊണ്ട് ആട്ടണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവൻ്റെ സാധന അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കണം. മൈൻഡ് ചെയ്യരുത് ഉള്ളിലുള്ള വാസനയെ. കുറേ കഴിഞ്ഞാൽ മനസ്സ് വഴങ്ങിക്കൊടുക്കും. ഈ ഉഴുന്നുടയുന്ന പോലെ മനസ്സും നാമവും തമ്മിലൊരു ചേർച്ച വരാൻ തുടങ്ങും. പിന്നെ ക്രമേണ നാമം മനസ്സിലങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു ഘട്ടം വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഭഗവാൻ പറയണു ദുർഗതിം നഗച്ഛതി. എന്തുണ്ടാവില്ല? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വൈകുന്നേരം ഒന്നും കുട്ടികളെ ട്യൂഷന് പറഞ്ഞേക്കരുത്. ഏത് തന്നെ പരിശീലിപ്പിക്കണം? പറയൂ. നാമജപം. കാരണം അവരിൽ ദുർഗതി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏത് വേണം? നാമജപ സംസ്കാരം ഉണ്ടാവണം. നാമം ജപിക്കലല്ല, നാമത്തിൽ ലയിക്കലാണ്. എന്താണ്? പക്ഷെ അതൊക്കെ ആയി കിട്ടണമെങ്കിൽ എളുപ്പത്തിൽ പറ്റില്ല. അതിനിത്തിരി കാലതാമസമൊക്കെ വരും. കാരണം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഏടാകൂടങ്ങൾ എത്ര ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ലയത്തിൻ്റെ തീവ്രത തീരുമാനിക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് ലയം കിട്ടും, ചിലവർക്ക് എത്രയായാലും ലയം കിട്ടില്ല, ചിലർക്ക് ലേശമൊക്കെ ഇത്തിരി ലയം എന്നെങ്കിലും കിട്ടിയാലായി. കാരണം അത്രയും സങ്കടവും വിഷമവും പ്രയാസവും കുരുട്ടും ദുഷ്ടത്തരവും ചിന്തിക്കുന്നവർക്കൊന്നും പെട്ടെന്ന് മനസ്സ് നാമത്തിലേക്ക് വഴങ്ങി കൊടുക്കില്ല. മനസ്സിലാവുണ്ടല്ലോ? കുറേയൊക്കെ ജീവിതത്തെ പോസിറ്റീവായി കാണുന്നവർക്ക് എളുപ്പത്തിൽ നാമത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. അത് എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നർത്ഥം. മനസ്സിലാവുണ്ടല്ലോ? ഓരോരുത്തരെയും മാനസികാവസ്ഥ പല തലങ്ങളിലാണ്. എല്ലാവരും ഒരേ മൈൻഡ്. ചിലർ ഇമോഷണലി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ചിലർ ഇറസ്പോൺസിബിളാണ്, വളരെ അലസരാണ്, ചിലർ വളരെ സെൻറ്റിമെൻ്റലാണ്, ചിലർ വളരെ അക്കാഡമിക്കലാണ്, ചിലർ വളരെ ഈഗോ സെൻറ്റേർഡാണ്, സെൽഫിഷാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള പേഴ്സണാലിറ്റികൾക്ക് എല്ലാവർക്കും ഒരുപോലെ സാധന ഇഫക്റ്റ് ആവില്ല. അപ്പോൾ ഓരോരുത്തരും ഏത് ലെവലിലാണോ കിടക്കുന്നത് അവിടെ നിന്ന് വേണം പൊങ്ങി വരാം. ഇപ്പം ഞാൻ ചെയ്യുന്ന സാധന നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിന് പല വഴികൾ പറഞ്ഞത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം. ഇതൊക്കെ എന്തിനാണ് ഇത്രയും വഴികൾ? കാരണം ഓരോരുത്തരുടെയും മനസ്സിരിക്കുന്നത് പല പല തട്ടുകളിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ വഴി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഏറ്റവും ധ്യാനം ചെയ്യാൻ കേപ്പബിളായിട്ടൊരു മനസ്സിൻ്റെ കൂടെ അങ്ങേയറ്റത്തെ തമോ ഗുണമുള്ള ഒരുത്തൻ ധ്യാനിക്കാൻ പോയാൽ അവനെവിടെയും എത്തില്ല. കാരണം അവനതിനുള്ള യോഗ്യതയായിട്ടില്ല. മനസ്സിലാവുണ്ടല്ലോ? ഈ തലത്തിലാണ് സത്യത്തിൽ പണ്ട് വർണ്ണം വെച്ചത്. ശൂദ്രനെന്നും വൈശ്യനെന്നും ക്ഷത്രിയനെന്നും ബ്രാഹ്മണൻ എന്നൊക്കെ വെച്ച്. ഇതൊക്കെ സത്യത്തിൽ രാഷ്ട്രീയക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. നമ്മുടെ ഹിന്ദു മതത്തിൽ ഇതെല്ലാം വെച്ചത് ഗുണത്തെ ബേസ് ചെയ്തിട്ടാണ്. ഏതിനെ? നിങ്ങൾ നോക്കൂ, ഗീതയിൽ നമുക്ക് ആ ശ്ലോകം എടുത്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. 4-ാം അധ്യായത്തിൽ 4-ൽ 7-ാം ശ്ലോകം എടുക്കുക. 4-ാം അധ്യായം 7-ാമത്തെ ശ്ലോകം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. 4-ാമത്തെ അധ്യായം അവിടെ 11-ാം ശ്ലോകം. 11ആണോ 13? എത്രാമത്തെയാ? 13. 13. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമാം വിദ്യകർത്താരം എന്നാണ് ശ്ലോകം. ഇതിൽ പലരും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാർ. പണ്ടത്തെ കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഈ ചാതുർവർണ്ണത്തെ എടുത്തൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ വ്യാഖ്യാനിച്ച് കളഞ്ഞു. അവർ ഈ ഹിന്ദുമതത്തെ അപഹേളിക്കാൻ അല്ലെങ്കിൽ സനാതനധർമ്മത്തേക്ക് അവഹേളിക്കാൻ ഈ ചാതുർവർണ്ണ എടുത്തിടും. മനസ്സിലായില്ലേ? കാരണം ഇതൊക്കെ മനുസ്മൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറയവർ. മനുസ്മൃതിയൊക്കെ പിൽക്കാലത്ത് വന്നാണ്. ഗീതയൊക്കെ അതിനേക്കാളും മുന്നിലുള്ളതാണ്. ഇനി മനുസ്മൃതി അതിന് മുമ്പിലുണ്ടെങ്കിൽ പോലും
ആ മനുസ്മൃതിയല്ല, സ്മൃതിയാണത്. നമുക്ക് ശ്രുതിയാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്താണ്? അതുകൊണ്ട് വേദപ്രമാണം എന്നാണ് പറയുക. എന്താണ്? സ്മൃതി പ്രമാണം എന്നല്ല പറയുക. എന്താ പറയുക? വേദങ്ങളെയാണ് പ്രമാണമായി. നിങ്ങൾ നോക്കും, ഭാഗവതത്തിലൊക്കെ കാണാൻ സർവവേദാന്ത സാരം എന്നാണ്. എന്താണ്? നിങ്ങൾ ഗീതയിൽ നോക്കിയിട്ടുണ്ടോ? ഓരോ അധ്യായത്തിനെയും ശേഷം പറയുന്നത് എന്താണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷസ്സു എന്നാണ്. ഉപനിഷത്ത് വേദത്തിൽ വരുന്നതാണ്. അത് സ്മൃതിയല്ല, അത് ശ്രുതിയാണ്. ഏതാണ്? ശ്രുതി. നിൽക്കട്ടെ. അപ്പോൾ എന്താണ് ഇവിടെ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ? 4 വർണ്ണങ്ങൾ. ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ. ഇതെന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഒരു ആധികാരിക പ്രമാണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന വേദത്തിൽ വരുന്ന സൂക്തങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട സൂക്തമാണ് പുരുഷ സൂക്തം. നിങ്ങൾ ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്ന് കേൾക്കാറില്ലേ? രാവിലെ തന്നെ ഓത്ത് കേൾക്കാറില്ലേ? ഓം സഹസ്രശീർഷ പുരുഷ കേൾക്കാറില്ലേ? അപ്പം അതിലാണ്, ഈ പുരുഷ സൂക്തത്തിലാണ് പറയുക, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഓരോ തതസ്യയത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഒരു പുരുഷൻ്റെ, ഒരു വിശ്വപുരുഷൻ്റെ, ഒരു ദൈവീക പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, കൈകളിൽ നിന്ന് ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയൻ, തുടകളിൽ നിന്ന് വൈശ്യൻ, പാദത്തിൽ നിന്നും ശൂദ്രൻ. എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് പലരും ഇതിനൊക്കെ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി. സത്യത്തിൽ അതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ തമോ ഗുണം അധികരിച്ചവരെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. എന്താണ്? അതൊരു വർഗത്തെക്കുറിച്ച് പറയില്ല. നമ്മളിലും തമോ ഗുണം ഉണ്ടെങ്കിൽ നമ്മളും ആരാണ്? ശൂദ്രനാണ്. ഇപ്പം ശൂദ്രൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശൂദ്രൻ, 2 അക്ഷരങ്ങളാണ്. ശു എന്നതിന് ശുചം, ദുഃഖം, ദ്രവിപ്പിക്കാൻ കഴിയുന്നവൻ. എന്താണ്? അതായത് ദുഃഖത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നവൻ. അപ്പോൾ എവിടുന്ന് തുടങ്ങണം? ശൂദ്രൻ എന്താ പറഞ്ഞിരിക്കണമെന്നറിയോ? കർമ്മങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവന് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് തമോ ഗുണത്തെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അപ്പം അതിനെന്തെങ്കിലും ചലനാത്മകമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ളിലുള്ള തമോ ഗുണം എന്തായി മാറും? രജോ ഗുണം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുട്ടികളെയൊക്കെ ഹൈലി ഇൻ്റലിജൻ്റ് ആക്കാനുള്ളൊരു വഴി കാലത്തെണീറ്റ് അമ്പലത്തിൽ കൊണ്ടുവരലാണ്. എന്തിനാണ് ഈ അമ്പലത്തിൽ കൊണ്ടുവരുന്നത്? അമ്പലത്തിൽ കൊണ്ടുവന്നൊരു 4-5 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇവരിലെ അലസത എന്നത് ഒരു സ്റ്റാറ്റിക് എനർജി, ഇത് ഫിസിക്സാണ്. ഡൈനാമിക് എനർജി ആയാൽ അതൊരു കൈനറ്റിക്, അതായത് ജീവിത ആവശ്യത്തിന് ഉപകരിക്കുന്നൊരു ഊർജമായി അവർക്ക് പറയൂ മാറും. അപ്പോൾ രാവിലെ അമ്പലത്തിൽ വന്ന് എന്ത് ചെയ്യണം? പറയൂ, പ്രദക്ഷിണം വയ്ക്കണം. അത് തന്നെയാണ് മെഡിക്കൽ സയൻസും പറയണത്. കാലത്തെണീറ്റ് നടന്നാൽ നമ്മുടെ പാൻക്രിയാസ് വർക്ക് ചെയ്യും, കിഡ്നി വർക്ക് ചെയ്യും, ലിവർ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ രോഗസാധ്യതകൾ കുറയും. ഇതൊക്കെ മെഡിക്കൽ സയൻസ് ഇപ്പോൾ അതല്ലേ പറയണത്. എപ്പോഴാണ് നടക്കാൻ പറയണത് ഡോക്ടർമാർ? ഇപ്പോൾ ഷുഗറൊക്കെ പോകണമെങ്കിൽ എന്താ വഴി? കാലത്തെണീറ്റ് അവർക്ക് പറയൂ നടക്കാനാണ് പറയണത്. ഡോക്ടർമാർക്ക് ഇതൊക്കെ തന്നെയേ പറയുള്ളൂ, വേറൊന്നും പറയാനില്ലേ. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണല്ലോ. നിൽക്കട്ടെ. അപ്പം ശൂദ്രനായിട്ടെന്നും ഒരാളെ ഇരുത്താനല്ല, അയാളെ വൈശ്യനിലേക്ക് ഉയർത്തണം. ആരിലേക്ക്? ഇപ്പോൾ വൈശ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും ആ ഒരു വ്യക്തിക്ക് കച്ചവടമാണ് പറഞ്ഞത്. അപ്പം കച്ചവടം എന്ന് പറയുമ്പോൾ ചിന്തിക്കണ്ടേ, ബുദ്ധി വികസിക്കണ്ടേ, വേണോ വേണ്ടയോ എന്ന് മാത്രമല്ല, സാധനങ്ങൾ കൊണ്ടുവരണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പം സമ്പാദ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എൻ്റെ സുഖത്തിൽ ജീവിക്കല്ല, മറ്റുള്ളവർക്ക് സുഖം പകർന്നുകൊണ്ട്, സൗകര്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം സമ്പന്നമാക്കണം. അപ്പം മറ്റുള്ളവരോടൊരു കൺസേൺ ആർക്കുണ്ട്? മനസ്സിലായില്ലേ നിനക്ക്? ശൂദ്രൻ അവൻ്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ. വൈശ്യനാകുമ്പോഴോ മറ്റുള്ളവരുടെ കാര്യം അവർക്കും കൂടി വേണ്ടിയിട്ടല്ലേ കൊണ്ടുവരുന്നത്. കൊടുത്തുകൊണ്ട് എടുക്കുക. എന്താണ്? വിറ്റുകൊണ്ട് പണം എടുക്കുക. അപ്പോൾ വിൽക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ മനസ്സ് കുറച്ചുകൂടിയും വിശാലതയെ.
പിന്നെ അവിടുന്നും നമ്മൾ ജപിച്ച് ക്ഷത്രിയ ഭാവം വരും. ക്ഷത്രിയ ഭാവം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, ആരെയും നശിപ്പിക്കുകയല്ല, എല്ലാവരെയും സംരക്ഷിക്കുക. ക്ഷത്രിയനാണ് രാജാക്കന്മാർ, അവരുടെ ജോലി എന്താണ്? രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുക. ഇതുപോലെ സ്വയം നശിക്കാൻ അനുവദിക്കുകയുമില്ല, മറ്റൊരാളെ നശിപ്പിക്കുകയില്ല, ആ മറ്റൊരാളിലൂടെ തന്നെ നശിപ്പിക്കാൻ ഒരിക്കലും താനായിട്ട് തന്നെ നശിപ്പിക്കില്ല, മറ്റൊരാൾ തന്നെ നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കാൻ തന്നെ അനുവദിക്കില്ല, മറ്റൊരാളെ ഒട്ട് നശിപ്പിക്കുകയില്ല. ഈ തരത്തിലുള്ളൊരു വിശാലതയിലേക്ക് ഉയരുമ്പോഴാണ് ആരായിത്തീരുന്നത്? പറയൂ, ക്ഷത്രിയനാവുന്നത്. ആരാവുന്നത്? പിന്നെ ജപിച്ച് തൻ്റെ അന്തരാത്മാവിൽ എത്തുന്നവൻ, അല്ലെങ്കിൽ നാമത്തിൽ മുഴുകുന്നവൻ, അവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മത്തെ നേടുന്നവൻ ബ്രാഹ്മണൻ. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മപ്രാപ്തിയുള്ളവനാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ ബ്രാഹ്മണപ്രിയ എന്നൊരു മന്ത്രമുണ്ട്. ആരാണോ ബ്രഹ്മത്തെ നേടാൻ പ്രയത്നിക്കുന്നത് അവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ എനിക്ക് പ്രിയമാണ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഭക്തന്മാരിലാണ് ഞാൻ ഇരിക്കുന്നത്. ഭഗവാന്റെ ഒരു നാമമാണ് ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്, അതാണ് ബ്രാഹ്മണപ്രിയ. അപ്പം ഈ തരത്തിൽ ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊള്ളരുതാത്തവരായി ആരുമില്ല. എന്നും ഒരാളെ ഒരു കാസ്റ്റിൽ പിടിച്ചു നിർത്താനല്ല, അവരെ അവിടെ നിന്നും ഉയർത്തി. അതുകൊണ്ടാണ് ശബരീദേവിയൊക്കെ രാമൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താ വിളിക്കുക? ഭാഗവതാഢ്യേ, ഭഗവത് പ്രിയേ, മുനിപ്രിയേ എന്നൊക്കെ പറയുമ്പോൾ അവരാ ഏത് തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഭാഗവതാഢ്യേ എന്നൊക്കെ ഒരു ആദിവാസിയായിരിക്കുന്ന ഒരു ശബരീദേവിയെ വിളിക്കണമെങ്കിൽ അവരത്രയും ആത്മീയമായി പറയൂ. അപ്പം ഏത് വ്യക്തി സാധന ചെയ്താലും അങ്ങനെ തന്നെയല്ലേ ആവുക? കൂടെ വന്നില്ലേ നിങ്ങൾ? അത് ശബരിക്ക് എത്താന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എത്താൻ പറ്റുമോ? എത്താൻ പറ്റില്ല. അപ്പം ഇവിടെ ആരാണ് ജാതിയിൽ താഴ്ന്നവർ? ഇത് രാഷ്ട്രീയക്കാരല്ലേ ഉണ്ടാക്കി വയ്ക്കുന്നത്? ആണോ അല്ലയോ? അപ്പം എല്ലാവർക്കും സാധന ചെയ്താൽ മാനസികമായി ഉറക്കെ പറയൂ ഉയരാം. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ, നോക്കൂ, കൃഷ്ണൻ്റെ കാലത്ത് കൃഷ്ണൻ ബ്രാഹ്മണനായി കണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിൽക്ക്. ആരെയാണ് കൃഷ്ണൻ ബ്രാഹ്മണനായി കണ്ടത്? അതായത് ഭഗവാൻ തന്നെ വിഭൂതി പറയാണ്, ഞാൻ ക്ഷത്രിയരിൽ ഞാൻ അർജുനനാകുന്നു എന്നൊക്കെ വിഭൂതി പറയും. അതായത് ഭഗവാൻ തൻ്റെ ആ ഒരു മഹത്വം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണരിൽ ക്ഷത്രിയരിൽ ഞാൻ നല്ല ക്ഷത്രിയനായി കാണുന്നത് ക്ഷത്രിയാണാം അഹം അർജുന. ക്ഷത്രിയരിൽ സർവശ്രേഷ്ഠനായ ക്ഷത്രിയനായി ഞാൻ കാണുന്നത് അർജുനനെയാണ്. ബ്രാഹ്മണനിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ ആരാണ്? കൃഷ്ണൻ ആരെയാണ് ബ്രാഹ്മണനായി കണ്ടത് അറിയൂ നിങ്ങൾക്ക്? കൃഷ്ണൻ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? 11-ാം സ്കന്ധം ഉദ്ധവോപദേശം എന്ന് പറയും. എന്താണ്? 16-ാം അധ്യായം 35-ാം ശ്ലോകം. 11, 16, 35 ഇത് ഉദ്ധവോപദേശമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശമാണ് ഏത്? ഉദ്ധവോപദേശം. ഭാഗവതത്തിലെ 11-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായം മുതൽ 29-ാം അധ്യായം വരെ 21ഓളം ചോദ്യങ്ങൾക്ക് കൃഷ്ണൻ ഉദ്ധവർക്ക് ഉത്തരം നൽകുന്ന ഭാഗത്തെയാണ് ഉദ്ധവോപദേശം എന്ന് വിളിക്കുക. ഏതാണ്? അപ്പം നമുക്ക് 2 ഗീതകളാണ് കൃഷ്ണൻ തന്നത്. ഒന്ന് ഭഗവത്ഗീത, അർജുനന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ഭഗവത്ഗീതയും, 2 പ്രഭാസതീരമെന്ന യാദവന്മാർ തമ്മിൽ തല്ലി നശിച്ച യുദ്ധഭൂമിയാകുന്ന പ്രഭാസത്തിൽ വെച്ച് തൻ്റെ പ്രിയങ്കരനായ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഉദ്ധവഗീതയും. അതിന് വിളിക്കുന്ന പേര് ഉദ്ധവഗീത. ആ ഉദ്ധവഗീതയിൽ 11-ാം സ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ 35-ാം ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത്, ബ്രഹ്മണ്യാനാം ബലിരഹം എന്നാണ്. ഞാൻ ബ്രാഹ്മണരിൽ വെച്ച് ആരാകുന്നു? ബലിയാകുന്നു, മഹാബലിയാകുന്നു. മഹാബലി ആരായിട്ടാണ് ജനിച്ചത്? ഏത് ചക്രവർത്തിയാണ്? കേരളത്തിലെ ചക്രവർത്തിയാണ്.
ചമ്മന്തി അരയ്ക്കണ്ടോ എവിടെയെങ്കിലും? എൻ്റെ മൂക്കിന് ജലദോഷമാണോ എനിക്ക് മനസ്സിലാവില്ല. നീക്ക് വരുന്നുണ്ടോ ചമ്മന്തിയുടെ വാസന? ചിലരിങ്ങനെയൊക്കെ കാണിയിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല, നീക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മണ്യാനാം ബലിരഹം. അപ്പം മഹാബലി ജനിച്ചത് ഏത് കുലത്തിലാണ്? അസുരകുലത്തിൽ. പക്ഷേ കൃഷ്ണൻ ഇവിടെ കാണുന്നത് ആരായിട്ടാണ്? ബ്രാഹ്മണൻ. അപ്പം നോക്കൂ, നമ്മൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്ത് തെറ്റാ പറയണത്. ഇവിടെ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത് ഒരു കുലം ബേസ്ഡ് ആയിരുന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെയും സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ആരെയും ജാതി വേർതിരിച്ച് ഇവിടെ താഴ്ത്തിക്കെട്ടാനല്ല. കാരണം എല്ലാവരും ഒരേ പരമാത്മാവിൻ്റെ അംശങ്ങളാണ്. 5 വിരലുകൾ എല്ലാം ഒരുപോലെ ആവാൻ പറ്റില്ല. എല്ലാ 5 വിരലുകൾക്കും 5 ഷേപ്പുകൾ തന്നെയാണ്. ആണോ? എല്ലാം തള്ളവിരൽ പോലെ എന്തായിരിക്കും അവസ്ഥ? ഈ വിരൽ മൊത്തം തള്ളവിരലേ. ഒന്ന് കാത് ചൊറിയാൻ പറ്റില്ല. പിന്നെ കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ മണ്ടൻ മോതിരം വേണ്ടി വരും, അല്ലേ? ആണോ അല്ലയോ? ഇപ്പം നമുക്ക് ഈ വിരലുകളൊക്കെ ഒരുപോലെ ആവാൻ പറ്റില്ല. പക്ഷെ ചേർത്ത് വെച്ചത് ഒരേ കൈത്തണ്ടയിലാണ്. ആണോ? അതാണ് സത്യം. അതായത് നമ്മുടെ ബാഹ്യ വൈവിധ്യങ്ങൾ എന്താവട്ടെ, ഏത് കുലത്തിൽ ജനിച്ചവരാവട്ടെ, ഹൂ കേസ്, നിങ്ങൾ അനുഷ്ഠാനം ചെയ്ത് ആ റൂട്ടിലേക്ക് എത്തിയാൽ എല്ലാവരും ഒരേ സത്യത്തിൽ നിന്നും വന്നവരാണ്. മനസ്സിലാവുണ്ടല്ലോ? ഒരേ സത്യത്തിൻ്റെ വൈവിധ്യ ആവിഷ്കാരങ്ങൾ. പറയൂ, വൈവിധ്യ. അതിനെയാണ് പറയുക ഏകം സത്യം ബഹുധാ വദന്തി. സത്യമൊന്നേ ഉള്ളൂ, പക്ഷെ അത് പല രൂപത്തിൽ പ്രകടമാകുന്നു എന്ന് മാത്രം. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മൾ ഈ വൈവിധ്യതയാണോ ചർച്ച ചെയ്ത് ഇതിനെ പരിഹസിച്ചും നിന്ദിച്ചും കളിയാക്കിയും കൊണ്ടിരിക്കുകയാണോ, അതോ ഇതിൻ്റെ പിന്നിലുള്ള ഏകത്വത്തിലേക്ക് പടിയായി ഉയരുകയാണോ വേണ്ടത്? ഏതാ വേണ്ടത്? പറയൂ. ആ പിന്നിലുള്ള ഇതിൻ്റെ ഏകത്വത്തിലേക്ക് ഉറക്കെ പറയൂ, ഉയരണം, അല്ലേ? ഇതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടത്. ആ വൈവിധ്യത. ഒരേ കിരണത്തിൽ നിന്നാണ് 7 വർണ്ണങ്ങൾ വരുന്നത്, അല്ലേ? ഒരു ശബ്ദനാദത്തിൽ നിന്നാണ് 7 സ്വരങ്ങൾ ഉണ്ടാവുന്നത്. ആണോ? പറയൂ. അപ്പം നമ്മുടെ ശബ്ദധ്വനിയിൽ നിന്ന് തന്നെയല്ലേ അക്ഷരങ്ങളൊക്കെ രൂപപ്പെടുന്നത്? ആണോ? പക്ഷെ എല്ലാം അവസാനം നമ്മളിൽ തന്നെയാണുള്ളത്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. നമ്മളില്ലെങ്കിൽ എന്ത് ശബ്ദങ്ങൾ, എന്ത് അക്ഷരങ്ങൾ? അമ്മയെന്ന് വിളിക്കുന്നതും അച്ഛൻ എന്ന് വിളിക്കുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നാണ്. പക്ഷെ ബാഹ്യമായി അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തത കാണാൻ. പക്ഷെ എല്ലാം നമ്മളെ സംബന്ധിച്ച് പറയുന്ന വ്യക്തി ഒന്ന് തന്നെയാണ്. ആണോ? എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ വൈവിധ്യതകളല്ല നമ്മുടെ ഋഷിവര്യന്മാർ സത്യമായി കണ്ടത്. വൈവിധ്യതയ്ക്ക് പിന്നിലുള്ള ഏകത്വം അനുവശ്യത. എന്താണ്? ഏകത്വം കാണണം. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഞാനിതൊക്കെ പറയുന്നത് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്, നിങ്ങൾ എന്നെ പ്രാപിക്കാൻ വന്നവരാണ്, പ്രാർത്ഥിക്കാൻ വന്നവരല്ല. ഗോപികമാരോട് എന്താ പറയണത്? നിങ്ങൾ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ. എന്തിന് ശ്രമിക്കരുത്? ഭർത്താവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയരുത്. പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. കാരണം നമ്മളെല്ലാവരും ഒരേ ഭഗവാന്റെ പൂർണ്ണബോധത്തിൻ്റെ അംശങ്ങളാണ്. ക്ലിയറാണോ പറയുന്നത്? ക്ലിയറാണോ പറയുന്നത്? പറയൂ. അതുകൊണ്ട് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, കല്യാണകൃത് ദുർഗതിം നഗച്ഛതി. സാധന ചെയ്യുന്നവർക്കൊരിക്കലും എന്തില്ല? അവർക്ക് പറയൂ, ദുർഗതിയില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഇനിയൊരു ജന്മം എടുത്താൽ പോലും ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ കൃത്യം ചെറുപ്പത്തിൽ തന്നെ ഓർമ്മയിൽ വരും. അടുത്ത ശ്ലോകങ്ങൾ അതാ പറയുന്നത് 6-ാം അധ്യായത്തിൽ. അതായത് ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ. അതായത് നല്ല സംസ്കാരമുള്ള അച്ഛനമ്മമാരുടെ മക്കളായി വരും. കാരണം ചെറുപ്പത്തിലെ വഴി കാണിക്കുന്ന അച്ഛനമ്മമാരെ കിട്ടും. മനസ്സിലായില്ലേ? ചെറുപ്പത്തിലെ വഴി കാണിക്കുന്ന. അല്ലെങ്കിൽ എവിടെയാണ്? യോഗിനാമേവ കുലേ ഭവതി. വളരെ സ്പിരിച്വലി വോൾഡായ അച്ഛനന്മാരുടെയൊക്കെ മക്കളായി വരും. അങ്ങനെ സാധനകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ സാധന നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ സാധിച്ചാൽ
അവരെന്നും ജന്മമൊരിക്കലും പറയൂ പാഴാവില്ല. ആത്മഹത്യൊട്ട് ചെയ്യുകയില്ല. അവരെ തകർക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുകയില്ല. അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ തരത്തിലൊക്കെ ഉള്ളൊരു ജീവിതം അവർക്ക് വേണ്ടേ? വേണോ വേണ്ടയോ? ഇതൊന്നും അക്കാഡമിക് നോളജ് കൊണ്ട് കിട്ടില്ല. ഇതെല്ലാം സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് കിട്ടും. അതിന് സാധനയല്ലാതെ വേറെ യാതൊരു വഴിയില്ല, വേറെ ഒരു വഴിയില്ല ഇതിന്. മനസ്സിലാവുണ്ടല്ലോ? അപ്പം ഇപ്രകാരം ഈ ഒരു ഭാഗം പറഞ്ഞ് ഇനി നമ്മൾ കാണുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, പണ്ട് കാലത്ത് നന്ദഗോപര് ഒരു വലിയ അവരുടെ പാരമ്പര്യം കുടുംബം ഒരു യാഗം കൊണ്ട് നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് ഇന്ദ്രയാഗം. എന്താണ്? മഴ ഇന്ദ്രനാണ് കൊടുക്കുന്നത് എന്നുള്ള ധാരണയിലാണ് അവരെല്ലാ വർഷവും ഇന്ദ്രൻ്റെ പേരിൽ കുറച്ച് ചിലവഴിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ ഈ ചാത്തൻ സേവ, പൂജ സേവ, മറ്റേ സേവ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കുലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട് അല്ലേ? കാരണവന്മാർ പണ്ട് കള്ളു കുടിച്ചെന്ന് പറഞ്ഞാൽ കള്ളു കൊടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ടാവില്ലയോ? പറയൂ. അപ്പോൾ ചിലർക്കൊക്കെ സംശയമാണ്, എന്താണ് ഇങ്ങനെയൊക്കെയുള്ള പൂജ ഇപ്പോഴും വേണമെന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായ അനുഷ്ഠാനവും നിങ്ങൾക്ക് സങ്കല്പവും ഉണ്ട്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതവർ സ്വീകരിക്കുക. അവർക്ക് കള്ള് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ഇവൻ ചോറ്റാനിക്കര ക്ഷേത്രം, കീഴ്ക്കാവ്, ചോറ്റാനിക്കര, ഇവിടെയൊക്കെ കോഴിയെ വെട്ടിയിരുന്നു, ആടിനെ വെട്ടിയിരുന്നു. മനസ്സിലായില്ലേ? പഴയ കാലത്ത് അതിനും അപകടം ഉണ്ടായിരുന്നു. ഇനി പറയാതിരിക്കുക നല്ലത്. മനുഷ്യനെ വരെ ഗുരുതി കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയണത്. ഓ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ പണ്ട് കേട്ടില്ലേ? നരബലി എന്നൊക്കെ കേട്ടില്ലേ? ഉണ്ടോ? ഇതൊക്കെ ഈ രാജ്യത്തുണ്ടായിരുന്ന വൃത്തികേടുകളൊക്കെ. എന്നാൽ ഇന്നിപ്പം ചോറ്റാനിക്കരമ്മ പറയോ എനിക്ക് ഈ 100 പാലും തരരുതെന്ന്? ഇന്നിപ്പോൾ കോഴിയുണ്ടോ അവിടെ? കൊടുങ്ങല്ലൂർ കോഴിയുണ്ടോ? ഒരുവിധം കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ ഇങ്ങനെയുള്ള കോഴിവെട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ഗുരുതികളായി മാറിയില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ മാറിയോ ഇല്ലയോ? നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ ഇല്ലേ? ഈ നാട്ടിലൊക്കെ ഗുരുതി ഇപ്പോഴും പഴയ രീതിയിലാണോ? കോഴിവെട്ടൊക്കെയാണോ? അത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല, കേരളത്തിലത് മാറിയിട്ടില്ലേ? ഇപ്പോഴും കൽക്കട്ടയിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച, അതാണ് സങ്കടം. 35 കൊല്ലം കൽക്കട്ടയിൽ ഈ ബംഗാൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ടും അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ആചാരത്തെ മാറ്റാൻ കഴിയാത്തവരാണ് ഈ ശബരിമല പെണ്ണുങ്ങളെ കയറ്റാൻ നോക്കിയത്. ഇത്രയും അതപ്പതിച്ചു പോയി അവർ. ആ കൽക്കട്ടയിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? കൽക്കട്ട ദേവീ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കാളിഘട്ടിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. കാളിഘട്ടിൽ ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് കാണാം തല വെച്ചിരിക്കുന്നത് ആടിൻ്റെയൊക്കെ, ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. ആ ആചാരമൊന്നും മാറ്റിയെടുക്കാൻ അവർക്കിപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആടിൻ്റെ ചോരയും ചവിട്ടിയിട്ടായിരിക്കും പുറത്ത് വരിക. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ. വേറെ എവിടെ? ഇതാണ് അവിടുത്തെ അവസ്ഥ. ഞാനിക്കൊരു 6 മാസം മുമ്പ് പോയിരുന്നുവല്ലോ, ഞാൻ എപ്പോഴും കണ്ടു അത്. ഈവൻ കാമാക്യ കേട്ടില്ലേ നിങ്ങൾ? എവിടെ? ആസാമിൽ കേട്ടിട്ടുണ്ടോ? അതൊക്കെ പിന്നെ പോട്ടെ, അതൊന്നും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ടില്ല എന്നൊക്കെ. ത്രിപുരയിൽ ഇതുപോലെ ക്ഷേത്രമുണ്ട്. ത്രിപുരയിൽ എന്താണ് ത്രിപുര സുന്ദരി ഉണ്ട്. അങ്ങനെയാണ് ത്രിപുര സുന്ദരി എന്ന്. ആരാണ്? അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ത്രിപുരയിൽ. അവിടെ ഇത് തന്നെ കാര്യം, ഒക്കെ ഈ വെട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. ഒരു കാലത്ത് ത്രിപുരയിലൊക്കെ ആര് ഭരിച്ചു? ത്രിപുരയിലൊക്കെ ആര് ഭരിച്ചിട്ടുണ്ട്? കേട്ടിട്ടില്ല? ബംഗാളും ത്രിപുരയൊക്കെ ഭരിച്ചവരാണ്. അവിടെയൊന്നും ഒരു നവോത്ഥാനവും ഉണ്ടാക്കാൻ ഇവർക്കൊന്നും സാധിച്ചില്ല. എന്നാൽ കേരളം എത്രയോ ബെറ്ററായി ഇല്ലേ? ഇവിടെയൊക്കെ എത്ര കാവുകളിൽ നിന്ന് കോഴിവെട്ടൊക്കെ എടുത്ത് പോയില്ലേ? ഉണ്ടോ? അപ്പം ദേവിമാരെന്താ കോപിക്കുന്നുണ്ടോ? അപ്പം ഞങ്ങളത് തന്നെ, ഞങ്ങൾക്ക് ഒറിജിനൽ രക്തം വേണമെന്ന് ഏതെങ്കിലും ദേവി പറയുന്നുണ്ടോ? ഉണ്ടോ? ഈ 100 പാലൊന്നും തന്നാൽ ശരിയാവില്ല എന്ന് ഏതെങ്കിലും ദേവി പറയുന്നുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഇന്നതേ വേണ്ടൂ എന്നുള്ളതൊക്കെ മനുഷ്യനങ്ങോട്ട് തീരുമാനിച്ചുണ്ടാക്കിയതാണ്. ആണോ? എന്താ മിണ്ടാത്തത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ സകല അമ്പലങ്ങളിലും രാവിലെ തന്നെ നേന്തിച്ചോറാണ് ഭഗവാന്മാർക്ക് കൊടുക്കുന്നത്. ആണോ? ഉപ്പുമില്ല, മുളകില്ല. നിങ്ങൾക്ക് രാവിലെ എന്നും നേന്തിച്ചോറ് തന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഭക്തൻ നിങ്ങളെ സ്നേഹത്തോടുകൂടി എന്നും നേന്തിച്ചോറ് തരികയാണ്. ഇന്ന് നിങ്ങൾ ആ ഭക്തരെ അനുഗ്രഹിക്കുകയോ ചവിട്ടി പുറത്താക്കുമോ? അല്ല, ഉള്ളത് പറയും നിങ്ങൾ. എന്നും ഒരു മുളകുമില്ല, ഉപ്പുമില്ല, പുളിയില്ല, എരിവുമില്ല, വെറും കോട്ട ചോറ്
നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ട് ഇല്ലേ നിങ്ങൾ അനുഗ്രഹിക്കുക ഭക്തനെ. എന്താ ഒന്നും വേണ്ടാത്ത നിങ്ങൾ? അല്ല, അങ്ങനെ ശരിക്കും ഭഗവാൻ നമ്മളിന്ന് പരീക്ഷിക്കാതിരിക്കുക. രാവിലെ ഉപ്പുമാവ്, വൈകുന്നേരം ഉപ്പുമാവ്, 3 നേരം എന്ത് ഉപ്പുമാവ് തന്നത് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ എന്താ അവസ്ഥ എന്നുള്ളത്. പക്ഷെ അതൊക്കെ സഹിക്കില്ലേ ഭഗവാൻ? ആണോ? അതൊരു സങ്കല്പമാണ്. എന്താണ്? അതൊരു സങ്കല്പമാണ്. അപ്പം നമ്മൾ ഭഗവാൻ പ്രീതനാവുന്നു അല്ലേ? ഇതൊക്കെ സങ്കല്പങ്ങളാണ്. നിൽക്കട്ടെ. അപ്പം ഇവിടെ നന്ദഗോപരോട് പറഞ്ഞു, കാണാത്ത ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്, കാണുന്ന പ്രകൃതിയാണ് പൂജിക്കേണ്ടത്. കാരണം മഴ തരുന്നത് നമുക്ക് ആരാണ്? പ്രകൃതിയാണ്. ഇവിടെയാണ് ഈ പർവ്വതവുമുണ്ട്. പർവ്വതങ്ങളെയല്ലേ പൂജിക്കേണ്ടത്? കാരണം പർവ്വതത്തിനെന്തിനാ പൂജിക്കുന്നത്? 2-3 കാര്യങ്ങൾ പർവ്വതത്തിലാണ്. ഒന്ന്, മഴ തരുന്നത് പർവ്വതങ്ങളുള്ളത് കൊണ്ടാണ് സമീപ പ്രദേശത്ത് വെള്ളം ഉള്ളത്. കാരണം പർവ്വതത്തിൻ്റെ അടിയിലൊക്കെ വെള്ളത്തിൻ്റെ വലിയൊരു ശേഖരമുണ്ട്, സ്റ്റോറേജ്. വെള്ളത്തിനും കെട്ടിക്കിടക്കുകയാണ്. അതാണ് നീരുറവുകളായി നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് പർവ്വതങ്ങളെ പൂജിക്കണം. കാരണം പശുക്കൾക്ക് മേയാനൊക്കെ ഉള്ള സ്ഥലം എവിടെയാണ്? ഈ പർവ്വതങ്ങൾ കാരണമാണ്. ഇതൊക്കെ പറഞ്ഞ് ഭഗവാൻ ബോധ്യപ്പെടുത്തി. അപ്പം നന്ദഗോപര് പറഞ്ഞു, ശരി, നമുക്കിനി ഇന്ദ്രനെ പൂജിക്കേണ്ട, ആരെ പൂജിക്കാം? അങ്ങനെയാണ് ഗോവർദ്ധന പൂജ ഏർപ്പാടാക്കിയത്. എന്താണ്? അതിന് കൃഷ്ണൻ പറയുന്ന ന്യായീകരണങ്ങൾ അതൊക്കെ നമുക്ക് ശരിക്കും പഠിക്കേണ്ടതാണ്. ആരെയൊക്കെയാണ് പൂജിക്കേണ്ടതെന്ന് 24-ാം അധ്യായം, ദശമസ്കന്ധം 24-ാം അധ്യായം 25-ാം ശ്ലോകം. ആദ്യം തന്നെ പറയണത് തസ്മാത് ഗവാം. ആരെയാണ്? ഗവാം. ഗവാം എന്ന് പറഞ്ഞാൽ പശുക്കളെ പൂജിക്കണമെന്ന്. ആരെ? എന്താ ഈ പശുക്കളോട് ഇത്രയൊരു പ്രാധാന്യം? ഈ കേരളത്തിലൊക്കെ ഇങ്ങനെ കളിയാക്കിയും കൊന്നൊടുക്കിയും നശിപ്പിച്ചും ആ സമ്പത്തില്ലാതൊക്കെ. എന്തിനാണ് ഈ പശുക്കളെ പൂജിക്കണം എന്ന് പറഞ്ഞത്? കാരണം മനുഷ്യന് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആര് വേണം? പറയൂ. പശുക്കൾ വേണം. നമുക്കറിയാം, പശുവിൻ്റെ ശരീരം ഒന്നും നമുക്ക് വേണ്ടാത്തതായിട്ടില്ല, എല്ലാം വേണ്ടതാണ് തരുന്നത് അല്ലേ? പാലെന്ന് പറയുന്നതിനെ തുല്യമായി കാണാൻ വേറൊരു സാധനം ഇന്ന് ഇല്ല. മനുഷ്യന് പാലും തൈരും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, നെയ്യ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പശുക്കൾ വേണം. വേണ്ടേ? ഇനി അതുപോട്ടെ, അതിൻ്റെ മൂത്രം, ചാണകം, ഇതെല്ലാം അങ്ങേയറ്റത്തെ ഔഷധമുള്ളത് കൊണ്ടാണ് ഈവൻ ക്ഷേത്രങ്ങളിൽ പോലും ശുദ്ധീകരണത്തിന് പഞ്ചഗവ്യം എന്നൊരു സംഭവമുണ്ട്. എന്താണ്? വാസ്തവത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പാല് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നത് സത്യത്തിൽ അതാണ് ഒരുവിധം രോഗങ്ങൾക്ക് കാരണം. നമ്മൾ ഒരു പശുവിൻ്റെ പാലാണെങ്കിൽ കുഴപ്പമില്ല, പശുവിൻ്റെ പാലും എരുമപ്പാലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു രോഗസാധ്യത ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ മിൽമ പോലുള്ള പാലുകളൊക്കെ കഴിച്ചാൽ അലർജിയും ആസ്മയും ശ്വാസം മുട്ടും കഫക്കെട്ടും ഇതെല്ലാം പറയൂ കൂടി വരുന്നത്. പണ്ട് ഇതൊന്നും ആളുകളുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. കാരണം ഒരുവിധം എല്ലാ വീട്ടിലും പറയൂ പശുക്കളുണ്ടായിരുന്നു അല്ലേ? ഇന്നിപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു, നമുക്ക് എല്ലാം പോയി. അതൊക്കെ പോയി നമ്മളിപ്പോൾ സൗകര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വളർന്നു വന്നപ്പം ജീവിതം തന്നെ അപകടത്തിലായി. മനസ്സിലായില്ലേ? ഈ മിൽമ പാലാണ് ഒരുവിധ രോഗത്തിൻ്റെ പ്രധാന കാരണക്കാരൻ. അതെത്ര നിങ്ങൾ ഒഴിവാക്കുന്നോ അത്ര രോഗവും പോയി. ഞാൻ വെറുതെ പറയല്ലത്. അത് കുട്ടികൾക്കൊക്കെ നിങ്ങളിപ്പോഴേ ശീലിച്ച് 1 മാസം നിർത്തി നോക്കൂ, അപ്പം തന്നെ മനസ്സിലാവും ഒരുവിധം ആസ്മയും അലർജിയൊക്കെ. എന്നാൽ പശുവിൻ്റെ പാല് തെറ്റില്ല. പണ്ട് നമുക്ക് ഈ പ്രശ്നമില്ലാത്തതിന് കാരണം ഒരു പശുവിൻ്റെ പാലായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ മിൽമ എന്നൊക്കെ പറയണത് പല പശുക്കളുടെയും മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. അത് നല്ലതായിരിക്കുമോ അതോ ചീത്തയായിരിക്കുമോ? ശരീരത്തിന് പലതും കൂടി ചേർക്കുമ്പോൾ നന്നായിരിക്കുമോ ഇല്ലയോ? നിങ്ങൾ ചെറിയ ഉദാഹരണം, നിങ്ങൾ വീട്ടിൽ പായസം ഉണ്ടാക്കണം. അപ്പോൾ പാലൊഴിച്ചിട്ട് പായസം ഉണ്ടാക്കണം. ഒരു പശുവിൻ്റെ പാലും വേറൊരു പശുവിൻ്റെയും കൂടി ചേർക്കുമ്പം ചെറിയൊരു പേടി ഉണ്ടാവുമോ പിരിയോ എന്നുള്ളത്? 2 പശുവിൻ്റെ പാലുള്ള വേറെ പാത്രത്തിലുള്ള പാലാണെങ്കിൽ പോലും
പിരിയോ എന്നൊരു പേടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഉണ്ടാവുമോ? അതെന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി വന്നത്? കാരണം നമുക്കറിയാം ആ പാലിൻ്റെ സ്വഭാവവും ഞാനൊഴിച്ച പാലിൻ്റെ സ്വഭാവവും ചെറിയൊരു വ്യത്യാസമുണ്ട്. ചില പാലിൽ ചിലപ്പോൾ പുളിപ്പ് ഉണ്ടാവാം. അത് വന്ന് കൂടുതലാണെങ്കിൽ ചിലപ്പം ഈ പായസം പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പോൾ നോക്കൂ, 2 പാല് ചേർന്നാൽ തന്നെ നമുക്ക് ശരിയല്ല തോന്നുകയാണെങ്കിൽ അപ്പോൾ ഈ മിൽമയുടെ അവസ്ഥ എന്താണ്? ഇതെങ്ങനെ നന്നാവും ആരോഗ്യത്തിന്? അപ്പോൾ ഇതൊക്കെ നമ്മൾ സൗകര്യങ്ങൾ നോക്കിയപ്പോൾ രോഗികളായി. ഇന്നിപ്പോൾ എല്ലാ കുട്ടികൾക്കും അലർജി ഉണ്ടോ? പറയൂ നിങ്ങൾ. പെട്ടെന്നല്ലേ അലർജി കയറി പിടിക്കുന്നത്? ആണോ? കുട്ടികളുടെ ആരോഗ്യം പണ്ട് നിങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള ആരോഗ്യമാണോ ഇന്നത്തെ കുട്ടികളുടെ ആരോഗ്യം? പറയൂ. ഇന്നിപ്പം മഴ ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയാൽ ആശുപത്രിയിൽ ആളായി, കുട്ടികളായി. നിൽക്കട്ടെ. അപ്പം പശുവിൻ്റെ പാല്, പശുവിൻ്റെ മോര്, എന്താ പറയുക, പശുവിൻ്റെ ചാണകം, പശുവിൻ്റെ മൂത്രം, ചാണകം ഏറ്റവും നല്ല കൃഷിവളമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ തറകൾ ചാണകം മെഴുകിയിരുന്നു. എല്ലാ പ്രധാന ചടങ്ങിനും ബലികർമാദികളായാലും പൂജാകർമ്മങ്ങളായാലും എല്ലാം എന്താ ചെയ്യുക? ചാണകം മെഴുകലാണ്. നിങ്ങൾ ഈ ചാണകത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ. ചാണകത്തിന് ഭൂമിയുടെ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. ഏത്? അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഈ ഉണക്കമുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് പറമ്പിലെവിടെയെങ്കിലും പശുക്കൾ ചാണകട്ടുണ്ടെങ്കിൽ ആ ചാണകം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ താഴെ ഈർപ്പം കാണാം. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അപ്പോൾ നോക്കൂ, ആ ഈർപ്പത്തെ ഭൂമിയുടെ പ്രതലത്തിൽ നിലനിർത്താൻ സാധിക്കുന്ന ചാണകമൊക്കെ പണ്ട് നമ്മുടെ പ്രകൃതിയിൽ കണ്ടമാനം ഇട്ടതുകൊണ്ടാണ് ചൂടിൻ്റെ തീവ്രത കുറഞ്ഞത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ അതൊക്കെ കൂടി വരാൻ കാരണം ഭൂമിയിലുള്ള ഈർപ്പം വളരെ കുറഞ്ഞ് ഈ രാസവളം ഇട്ടിട്ട് നമ്മുടെ ഭൂമിയിലെ വെള്ളം അങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് പോകുക. അതാണ് ചൂടിൻ്റെ തീവ്രത, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വളരെ അവർക്ക് പറയൂ കൂടി വരുന്നത്. ഇത് കുറയ്ക്കാൻ ഒരു വലിയ കഴിവ് ഏതിനുണ്ടായിരുന്നു? ചാണകത്തിനുണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇത് മാത്രമല്ല, നമുക്കറിയാം പഴയ കാലത്ത് ശിവരാത്രി ദിവസം അമ്മമാരെ ഇങ്ങനെ ചാണകമൊക്കെ ഉരുട്ടി അത് കത്തിച്ച് അത് ഭസ്മമാക്കി, ഭസ്മക്കൂടെ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല. അപ്പം മേലൊക്കെ കഴുകി വൈകുന്നേരം എല്ലാവരും എന്തു ചെയ്യും? ഭസ്മം തൊടും. കാരണവന്മാരാണെങ്കിൽ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ലോണം ഒരു പേസ്റ്റാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് വാരി തേക്കും അല്ലേ? ഈ തേക്കുന്ന സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കാലിൻ്റെ അടിയിൽ തേക്കും അല്ലേ? പിന്നെ പുറത്ത് തേക്കും, ഉണ്ടോ? ഷോൾഡർ ഭാഗത്ത് തേക്കും, നെഞ്ചിൻ്റെ ഭാഗത്ത് തേക്കും, ഉണ്ടോ ഇല്ലയോ? എന്തിനാണ് അവിടെയൊക്കെ തേക്കുന്നത്? ബാക്കിൽ തേക്കും, അവർ അരക്കെട്ടിൻ്റെ അവിടെ തേക്കും. എന്തിനാണ് ഇവിടെയൊക്കെ തേക്കുന്നത്? കാരണം നീർക്കെട്ടിനുള്ള സാധ്യത ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഈ ഭസ്മത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് നീരിനെ വലിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ്? നീരിനെ. ഇപ്പം പറയുന്നത് ഭസ്മം, നല്ല നാടൻ പശുവിൻ്റെ ഭസ്മം, ഒരു തുള്ളി പൊടി ഭസ്മം നിങ്ങൾ വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിൻ്റെ pH ഫാക്ടർ വളരെ കൂടുന്നതാണ്. അതായത് pH എന്ന് പറഞ്ഞാൽ അത് അസിഡിക് വെള്ളത്തിൽ നിന്നും ആൽക്കലിൻ വെള്ളമായി മാറുന്നതാണ്. എന്താണ്? ഇപ്പം നമ്മുടെ കിഡ്നിയൊക്കെ ഇപ്പോൾ വേഗം കേട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിഡ്നി, ലിവറൊക്കെ ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ കിഡ്നിയുടെ കാര്യം പോക്കാന്നാണ് പറയണത്. കാരണം നമ്മൾ കഴിക്കുന്ന വെള്ളം മുഴുവൻ രാസവളം അത്രയും പറമ്പിലിട്ട് എന്തു പറ്റി? അതിലൂടെ വെള്ളം ആ വരുന്ന വെള്ളത്തിൽ മുഴുവൻ ആസിഡിൻ്റെ അംശം, അതായത് കെമിക്കൽ കണ്ടൻറ്റുകൾ കൂടിയപ്പോൾ വെള്ളം അസിഡിക്കായി. ആൽക്കലിൻ വെള്ളമാണ് നമുക്ക് വേണ്ടത്. അസിഡിക്കായി കഴിഞ്ഞാൽ അത് കിഡ്നിയെയും മറ്റു ഉപകരണങ്ങളെയും ബാധിക്കും. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭസ്മത്തിന് സാധിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഒരു പരീക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ വെള്ളത്തിൻ്റെ pH ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമുണ്ട്, ഒരു കിറ്റ് കിട്ടും. ആർക്കെങ്കിലും അറിയോ അത്? മെഡിക്കൽ സ്റ്റോറിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം pH നമ്മുടെ വെള്ളത്തിൽ എത്രമാത്രം ഉണ്ടെന്ന്. നിങ്ങൾ ഭസ്മം ഇട്ടിട്ട് നോക്കൂ, അതിലെ pH ഫാക്ടർ എന്ന് വെച്ചാൽ ഓക്സിജൻ ലെവൽ
കൂടും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ അസിഡിക് ആയിട്ടുള്ള നേച്ചർ മാറി ശരീരം എന്തായി? ആൽക്കലിൻ സ്വഭാവമായി. ആൽക്കലിൻ സ്വഭാവമുള്ള ശരീരത്തിലെ ഓർഗൻസിന് പെട്ടെന്ന് കേട് പറയൂ ഉണ്ടാവില്ല. ഇതൊക്കെ ഭസ്മത്തിന് ശക്തിയുണ്ട് എന്നാണ്. ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നില്ല. ഈ ശബരിമല കാലത്ത് വരുന്ന ഭസ്മൊന്നും നല്ല ഭസ്മമല്ല. ഇതെല്ലാം നിങ്ങൾക്കറിയും, ഇതെല്ലാം കെമിക്കൽ എന്ന് പറഞ്ഞാൽ കുറേ എന്തോ ഉമിക്കരി കത്തിച്ചും പലതും കത്തിച്ചൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ശബരിമല സീസണിൽ വരുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ ഏറ്റവും അപകടമാണ്. കുറേയൊക്കെ നമുക്ക് നീ കൂട്ടായ്മയിലൂടെ തിരിച്ചു പോകാൻ സാധിച്ചാൽ നല്ലതാണ്. എല്ലാ വീടുകളിലും പശുവിനെ വളർത്താൻ സാധ്യമല്ല. എവിടെയെങ്കിലുമൊക്കെ വളർത്തി ചാണകമൊക്കെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ചാലിച്ചുകൊണ്ട് നെറ്റിയിലൊക്കെ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ തലവേദനയുടെയൊക്കെ നീർക്കെട്ടിൻ്റെ തീവ്രതയെല്ലാം കുറയുമ്പോൾ കുറേ അസുഖങ്ങൾ അനാവശ്യമായി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് കുറയ്ക്കാം. ഇന്ന് നമ്മൾ കേരളീയർ മരുന്നുപയോഗിക്കുന്നതിൻ്റെ തീവ്രത അവർക്ക് പറയൂ കൂടി വരികയാണ്. ഇതേറ്റവും അപകടകരമാണ്. കാരണം മരുന്ന് കഴിക്കും തോറും തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വാസമെങ്കിലും പ്രതിരോധം പ്രതിദിനം അവർക്ക് പറയൂ കുറഞ്ഞ് ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തലമുറകളൊക്കെ വരുമ്പോഴേക്കും ഇനിയുള്ളവരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം അവർക്ക് പറയൂ കുറഞ്ഞ് വരികയാണ്. ഇതിൽ മാറ്റം വരുത്തണ്ടേ? അതിന് നമ്മളെ അനുഗ്രഹിക്കുന്ന സർവശ്രേഷ്ഠ ജീവിയാണ്, അല്ലെങ്കിൽ മൃഗമാണ്, മാതാവാണ്. ആര്? ഗോമാതാവ്. ഇനി പശുവിൻ്റെ മൂത്രമാണെങ്കിൽ അതും നാടൻ പശുവിൻ്റെ മൂത്രത്തിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്നാണ്. ഈ ഗോമൂത്രത്തിന് ഭയങ്കര ശക്തിയാണ്. അത് ഡിസ്റ്റിൽ ചെയ്യുക. എനിക്ക് അനുഭവമാണ്. എനിക്ക് ഇത്തിരി ആസ്മയുടെ പ്രോബ്ലം ഒരാളാണ്. ഈ കണ്ടിന്യൂസ് പ്രോഗ്രാം നടത്തി ഈ ഓഡിറ്റോറിയത്തിലോ, അതും നിങ്ങൾക്കറിയാലോ സിറ്റികളിൽ ബോംബെ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ ഒക്കെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ AC ഹാളുകളാണ്. അപ്പോൾ AC ഹാളിൽ നടത്തി അത് ചെസ്റ്റിന് ഇൻഫെക്ഷനാക്കി. അപ്പം ആസ്മയിലേക്ക് പോയി. അപ്പോൾ ഇത് മാറ്റാൻ നോക്കലൊക്കെ പഫുകളൊക്കെയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു മരുന്ന് എനിക്കൊരാൾ പറഞ്ഞത് ഗോമൂത്രം ഡിസ്റ്റിൽ ചെയ്യണം. ഡിസ്റ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കള്ളു വാറ്റുന്ന പോലെ ഏത് വാറ്റിയെടുക്കണം? അതൊക്കെ മോഡേൺ ടെക്നിക്കുണ്ട്. നമ്മളെ പഴയ പോലെ കള്ളുവാറ്റലല്ല, ഡിസ്റ്റിലിംഗ് സംവിധാനം. അപ്പം അതിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ മാറി അത് പ്യുവർ ഗോമൂത്രമായി മാറും. അത് അരിഷ്ടത്തിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ആ അരിഷ്ടത്തിൻ്റെ പവർ 10 മടങ്ങ് കൂടും. അപ്പം ശരീരത്തിൽ അത് വളരെ വേഗം ഫലിക്കും. നിങ്ങൾ നോക്കൂ, ഒരു കുപ്പി ഗോമൂത്രവും ഡിസ്റ്റിൽഡ് ഗോമൂത്രവും അമൃതാരിഷ്ടം എന്ന് പറയുന്നത്. അമൃതാരിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ നിങ്ങൾക്ക്? അമൃതാരിഷ്ടം എന്ന് പറഞ്ഞാൽ ഏത് വള്ളിയിൽ നിന്ന് എടുക്കുന്നതാണ്? അതൊരു വള്ളിയിൽ നിന്ന് എടുക്കുന്ന അരിഷ്ട, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് അല്ലേ? അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു ബോട്ടിൽ ഗോമൂത്രം, ഒരു ബോട്ടിൽ അമൃതാരിഷ്ടവും ചേർത്ത് കുടിച്ചു നോക്കൂ. ഒരു പനിയും ഒരു തരത്തിലുള്ള കോൾഡും വരില്ല. അത്ര പവർഫുള്ളാണത്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി അത്ര ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഏതിനുണ്ട്? ഈ ഗോമൂത്രത്തിനുണ്ട്. ഗോമൂത്രം അരിഷ്ടത്തോട് ചേർക്കുമ്പോൾ അരിഷ്ടത്തിൻ്റെ പവർ അങ്ങോട്ട് കൂടി വരുന്നത് കാണാൻ സാധിക്കും. പെട്ടെന്ന് അസുഖങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെ ഇന്നിപ്പം ഭാരതത്തിൽ അതിൻ്റെയൊക്കെ ഒരു അവയർനെസ് വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് ഉത്തരദേശങ്ങളിലൊക്കെ മരുന്നിൻ്റെ ഉപയോഗം വളരെ പറയൂ കുറവാണ്. ഇപ്പോൾ ഈ പേസ്റ്റ് കമ്പനിക്കാരൊക്കെ നമ്മളെ പിടികൂടിയിരിക്കണം. നിങ്ങൾക്കറിയാം, കോൾഗേറ്റ് ആയാലും ക്ലോസപ്പ് ആയാലും ഇവർക്കൊന്നും ഉത്തരേന്ത്യയിൽ വലിയ ചിലവില്ല. കാരണം അവിടെ ഈ സിറ്റിയിലുള്ളവർ മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. ഏത്? പേസ്റ്റ് ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കമ്പാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രെയിനിലൊക്കെ രാവിലെ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പം കമ്പ് കൊണ്ടുവരും. ഏത് കമ്പ്? വേപ്പിൻ്റെ കമ്പ്. ഏതാണ്? ഇപ്പോഴും UP-യിലെ ഒരു നല്ല ശതമാനം ആളുകളൊക്കെ ഈ വേപ്പ് കമ്പ് കൊണ്ട് തേക്കുന്നവരാണ്. ഏറ്റവും അവർക്ക് ഒരു പല്ലും കേടും വരില്ല. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടിയും വരില്ല. നമ്മൾ ഈ പേസ്റ്റൊക്കെ ഉപയോഗിച്ച് ഇത് എല്ലാ രോഗങ്ങളും വന്ന് എത്ര കാശാണ് കൊടുക്കുന്നത് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ നമുക്ക് ഈ കേരളത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൂടിയപ്പോൾ നമുക്ക് ജീവിതമൊക്കെ മാറിപ്പോയി.
നമ്മൾ മുഴുവൻ സുഖിയന്മാരായപ്പം വൈകുന്നേരം സുഖിയനും കഴിക്കുക, ഉള്ള കാശ് മുഴുവൻ ആശുപത്രിയിലും കൊണ്ടു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. അപ്പം ഇതിലൊരു മാറ്റം വരണ്ടേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പോൾ ആദ്യം തന്നെ ഗോവർദ്ധന പൂജ എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ പൂജിക്കലല്ല. ആരെ പൂജിക്കലാണ്? തസ്മാത് ഗവാം. ആരെ പൂജിക്കണം? ആരെ പൂജിക്കണം? ഗോമാതാക്കളെ പൂജിക്കണം. അപ്പോൾ ഗോക്കളെ സംരക്ഷിക്കണം. ആരെ സംരക്ഷിക്കണം? ഗോക്കളെ. ഇന്നിപ്പോൾ കേരളത്തിൽ അതാണോ സംഭവിക്കുന്നത്? ഗോക്കളെ സംരക്ഷിക്കൽ നടക്കുമോ? ആർക്കും അതൊന്നും വളർത്താനുള്ളൊരു താല്പര്യമില്ല. ഇനി അതിന് വളർത്തുന്നവരാണെങ്കിലോ ഫാമിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന പശുവിനെയാണ് വളർത്തുന്നത്, അല്ലേ? പാലുൽപാദിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന കാറ്റിൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതായിരിക്കും? അതും യൂറിയയാണ്. അപ്പോൾ ആ പാല് കുടിച്ചാൽ എന്താ ശരീരത്തിൽ കൂടുക? യൂറിക് ആസിഡ് കൂടും. അതായത് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ പാലേ അപകടത്തിലാണ്. അത് യൂറിക് ആസിഡ് കൂടിയാൽ ഏതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും? കിഡ്നിയെ ബാധിക്കും. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നിങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ ആഹാരശുദ്ധോ സത്വശുദ്ധി എന്നാണ്. ആഹാരമാണ് മരുന്ന്. ആഹാരം ശരിയല്ലെങ്കിൽ രോഗം വന്നേ പറ്റുള്ളൂ. ഇപ്പോൾ ഗീതയിൽ കൃഷ്ണൻ പറയും, 3 തരം ആഹാരത്തെക്കുറിച്ച് പറയും. താമസികാഹാരം, രാജസികാഹാരം, സാത്വികാഹാരം. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ ആഹാരത്തെ ശ്രദ്ധിച്ചാൽ രോഗങ്ങൾ വരുന്നതിൻ്റെ തീവ്രത അവർക്ക് പറയൂ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ രോഗമൊക്കെ വന്ന് നമ്മൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും ചെയ്ത് പ്രാഗിയിരിക്കാം. ഇന്നാണെങ്കിൽ പണ്ടൊക്കെ എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസ് ആയിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറി. കാരണം എല്ലാവർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പണ്ടത്തേതിനേക്കാളും കൂടിക്കൂടി വന്നു. അത് പണ്ടിത്ര ഉണ്ടായിരുന്നില്ല മനുഷ്യർക്ക്. നിൽക്കട്ടെ, ഏതായാലും തസ്മാത് ഗവാം. ആദ്യം പശുവിനെ പൂജിക്കണം. ബ്രാഹ്മണാൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല സംസ്കാരം പകർന്നു തരുന്നവരെ നമ്മൾ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ സംരക്ഷിച്ചാലേ നമ്മുടെ സമൂഹത്തിൽ നല്ല സംസ്കാരങ്ങൾ വഴി ഉണ്ടാവുള്ളൂ. അപ്പോൾ വഴികാട്ടികളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുക. ആരാണ്? വഴി കാണിക്കുന്നവർ. അതുപോലെ അദ്രേ, പർവ്വതത്തെയും പൂജിക്കണം. അങ്ങനെ ഇന്ദ്രയാഗ സംഭാര തൈരയം അതൊക്കെ എടുത്തുകൊണ്ട് സാധ്യതാമക, എത്രയും വേഗം പൂജ തുടങ്ങണം. എന്നിട്ട് പറഞ്ഞു ഭഗവാൻ, ഇവർക്കൊക്കെ ഇവരെ പൂജിക്കുന്നതിന് മുമ്പ് അശ്വചാണ്ടാളപതിദേഭ്യോ യവസാംച ഗവാം ദത്വാഗരേ ധീയതാംബലി. അതായത് അവിടെയുള്ള സകല ആളുകൾക്കും അന്നം കൊടുത്തും പായസം കൊടുത്തും തൃപ്തി വരുത്തിച്ചിട്ട് വേണം ഈ പർവ്വതത്തെ പൂജിക്കാൻ. അപ്പോൾ എല്ലാവർക്കും അന്നദാനം നൽകണം. അപ്പോൾ ഭാരതത്തിൽ ഈ അന്നദാനം എന്നൊക്കെ പറയുന്നത് കൃഷ്ണൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവിടെ പറയൂ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ദാനത്തിലൂന്നിയ സംസ്കാരമാണ്. എന്താണ്? കൊടുക്കാൻ മനസ്സുള്ളവരുടെ ഒരു സംസ്കാരമായിരുന്നു ഏത്? ഭാരതം. അതുകൊണ്ടാണ് പഴയ കാലം മുതൽക്ക് തന്നെ, ഇപ്പോഴും നോക്കൂ നിങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാന സംസ്കാരം ഉണ്ടോ? പഴയ കാലത്തൊക്കെ വീടുകളിൽ ആര് കയറി വന്നാലും അവർക്ക് ഭിക്ഷ ആയിട്ട് വന്നാൽ ഒരു പിടി അരി കൊടുക്കുന്ന സംസ്കാരം. ഇതൊക്കെ ഭാരതത്തിൻ്റെ രക്തത്തിലുള്ള സംസ്കാരം. ഇപ്പോഴും നോർത്തിലൊക്കെ പോയാൽ അവർ കൊടുക്കുന്നതിലൊരു വിഷമവുമില്ല. അവർക്കൊക്കെ കൊടുക്കാൻ മനസ്സുള്ളവരുടെ സംസ്കാരമാണ്. മനസ്സിലായില്ലേ? അതാണ് അവരുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു പൂജ. അങ്ങനെ ആ പൂജ ആരംഭിച്ചു. ഭഗവാൻ ഇത്തിരി കള്ളത്തരം കാണിച്ചു. എന്ത് ചോദിച്ചാൽ, ഒരു ഗോവിൻ്റെ രൂപമൊക്കെ എടുത്ത് ആ പർവ്വതം സ്വീകരിക്കുന്ന പോലെ പ്രസാദമൊക്കെ സ്വീകരിച്ചു. അപ്പം ഇവർക്ക് തോന്നി ഇതുവരെ ഇന്ദ്രൻ വായ പൊളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന പ്രസാദമൊക്കെ സ്വീകരിക്കുന്നത് എന്ന് അവർക്കൊക്കെ തൃപ്തിയായി. പൂജ കൊണ്ട് വളരെ സന്തോഷമായി. എന്തോ ഒരു ചെയ്തതിലൊരു കൃതാർത്ഥത തോന്നി. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി. പിന്നെയല്ലേ പൂരം. ഇന്ദ്രന് തനിക്ക് മുടങ്ങിയ പൂജയിൽ പ്രതിഷേധിച്ച് ഇന്ദ്രൻ അങ്ങോട്ട് കാർമേഘങ്ങളെ വിളിച്ചു വരുത്തി പേമാരിയോട് പേമാരി. അങ്ങനെ
ഗവൺമെൻറ് പറഞ്ഞു റെഡ് അലേർട്ട്, ഇപ്പം അങ്ങനെയൊക്കെയല്ലേ, യെല്ലോ അലേർട്ട്, കടുത്ത അലേർട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അതായത് നിർത്താത്ത മഴ, നിർത്താത്ത പെയ്യാൻ തുടങ്ങി മഴ, ചോരാതെ അങ്ങനെ പെയ്യണു. വെള്ളം കൂടി. കൃഷ്ണൻ പറഞ്ഞു വിഷമിക്കേണ്ട, എല്ലാവരും കൃഷ്ണൻ്റെ അടുത്തെത്തി. പിന്നെയാണ് നമ്മൾ കഥ കേൾക്കാറ്, കൃഷ്ണൻ ഒരു വിരൽ കൊണ്ട്, അപ്പോൾ ഒരു വിരൽ കൊണ്ട് ഗോവർദ്ധൻ ഉയർത്തി എന്നൊന്നും എടുക്കരുത്, ആ രക്ഷപ്പെടാൻ ഉയർന്ന പ്രദേശത്തേക്ക് പോകണം. അപ്പോൾ ഒരു വിരൽ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുണ്ടാവുക രക്ഷപ്പെടാൻ അങ്ങോട്ട് കയറണം. എങ്ങോട്ട് കയറണം? ഉയർന്ന പ്രദേശത്തേക്ക് കയറണം. കാരണം താഴെ വെള്ളക്കെട്ടാണെങ്കിൽ എന്തേ ചെയ്യാറുള്ളൂ? മുകളിലേക്ക് കയറണം. അപ്പോൾ അവിടെ പർവ്വതത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഗുഹകളിലോ എവിടെയെങ്കിലുമൊക്കെ അവർ അഭയം തേടി ആ മഴ തോരുന്നത് വരെ കാത്തിരുന്നു. പിന്നെ മഴവെള്ളമൊക്കെ പോയി, വെള്ളക്കെട്ടൊക്കെ പോയി. ഇന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി തൻ്റെ പശുവായ സുരഭിയോടൊപ്പം വന്ന് കൃഷ്ണനെ ഗോവിന്ദാഭിഷേകം ചെയ്തു എന്ന കഥ പറഞ്ഞിട്ടാണ് ഈ പാർട്ട് ഉപസംഹരിപ്പിക്കുന്നത്. അപ്പം എന്താണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്? ഗീതയിൽ 3-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ പറയും, പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിച്ചാൽ പ്രകൃതി നിങ്ങളെയും സംരക്ഷിക്കും. പ്രകൃതി അത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയണത് ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഇതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. വീടുകളിലൊക്കെ തുളസി വെക്കണം. എന്ത് വെക്കണം? എന്തിനാ തുളസി വെക്കുന്നത്? കാരണം വീടിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സിമൻറ്റ്, മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന ഗ്യാസ് ഇത്യാദി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഏത് കൂട്ടും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടുമ്പോൾ ശരീരത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ അത് പ്രതിരോധത്തെ ബാധിക്കുമ്പോൾ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ 2 ഡോസ് എടുത്ത കേരളത്തിൽ, വലിയ ആരോഗ്യബോധമുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത്, അല്ലേ? കോവിഡ് കൂടുകയാണ്. കോവിഡ് ഒരിക്കലും കുറയുന്നില്ല. ഇനിയിപ്പോൾ മഴയും കൂടി പെയ്താൽ പറയേണ്ടി വരില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരുന്നതാണ് മനുഷ്യൻ്റെ പ്രതിരോധം. എത്ര ഡോസ് എടുത്തിട്ടും കാര്യമൊന്നുമില്ല, മനുഷ്യൻ്റെ പ്രതിരോധം കുറയാണ്. അപ്പം അതിനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീടുകളിലൊക്കെ എന്ത് വയ്ക്കണം? തുളസി. എന്താ തുളസിക്ക് പ്രത്യേകത? ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരാനും അതുപോലെ തന്നെ O3 ഓസോൺ ഇതൊക്കെ കൂട്ടാനൊക്കെ കഴിവുള്ള, ഓസോൺ ലെയറുകൾ O3 എന്ന് പറയുന്ന ഓസോണൊക്കെ തരാൻ കഴിവുള്ള ചെടിയാണ് ഏത്? തുളസി. തുളസിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതാണ് പഴയ കാലത്ത് വീടുകളിലൊക്കെ തുളസി തറയൊക്കെ വെച്ച് തുളസിയെ മുന്നിൽ തന്നെ പ്രതിഷ്ഠിച്ചിരുന്നത്, അല്ലേ? ഇപ്പം പ്രകൃതിയെ നമ്മൾ പൂജിച്ചാൽ പ്രകൃതി അവർക്ക് പറയൂ, നമ്മൾ ഈ ഗീതയിൽ പറയും, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. ഈ സംസ്കാരം നമുക്ക് വേണം. പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിച്ചാൽ ദേവനാകുന്ന പ്രകൃതിയെ. ഇപ്പം ദേവൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് ആരാണ് ദേവൻ? വരുണദേവൻ, വായുദേവൻ, അഗ്നിദേവൻ, സൂര്യദേവൻ, ഇവരൊക്കെ ആയിരുന്നു. അതായത് പ്രകൃതി ശക്തികളായിരുന്നു പണ്ട് നമുക്ക് ദേവീദേവന്മാർ. ഭൂമി ദേവി, ഗോമാതാവ്, ഈ ദേവന്മാരെയൊക്കെ ദേവിമാരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചാൽ തേ ദേവാ ഭാവയന്തു, ആ ദേവന്മാർ നിങ്ങളെയും സംരക്ഷിച്ച ഒരു പാരസ്പരികത. ഇന്നിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു പാരസ്പരികത. പാരസ്പരികത എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്താൽ ഇങ്ങോട്ടും പ്രൊട്ടക്റ്റഡ് ആവാം. ഇതിൻ്റെ പേരാണ് ഒരു പാരസ്പര്യം. പ്രൊട്ടക്റ്റ് ഈച്ച് അതർ എന്നുള്ളത്, കെയർ ഈച്ച് അതർ എന്നുള്ളത്, മനസ്സിലായില്ലേ? അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്താലേ പ്രകൃതി നമ്മളെയും പറയൂ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു സംസ്കാരം, നമ്മൾ ഹിന്ദു കുട്ടികൾക്കൊക്കെ ആ ഒരു സംസ്കാരം ഉണ്ടാവണം. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം തുളസിക്ക് ഒഴിക്കുന്ന സംസ്കാരം ഉണ്ടാക്കണം. എന്ത് വേണം? കാരണം പ്രകൃതിയെ അമ്മയായി കണ്ട് പൂജിക്കണം. എനിക്ക് ഓക്സിജൻ തരുന്ന, എനിക്ക് ആഹാരം തരുന്ന, എനിക്ക് നിലനിൽപ്പ് തരുന്ന പ്രകൃതിയെ ഞാൻ അമ്മയായി കണ്ട് പൂജിക്കുന്നു. അപ്പോൾ നമ്മളെ നിലനിർത്തുന്ന പ്രകൃതിയോട് നമ്മുടെ ഒരു കടപ്പാട്, നമ്മുടെ ഒരു ഇൻഡപ്റ്റഡ്നെസ്, നമ്മുടെ ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു സംസ്കാരമാണ് തുളസിത്തറയിൽ പറയൂ
വെള്ളം. അപ്പം ചട്ടിയിൽ തുളസി വെച്ചാലും ഏതിൽ തുളസി വെച്ചാലും രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം? ഒരു തുള്ളി വെള്ളം കുട്ടികളെ കൊണ്ട് കൊഴിപ്പിക്കാൻ പറയണം. പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ കുളത്തിൽ കുളിച്ച് ശീലിച്ചവർ. അപ്പം കുളി കഴിഞ്ഞ് വന്നാൽ തുളസിത്തറയിൽ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ്. അതൊരു ശീലം പഴയ കാലത്ത് ആ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി വെച്ച്. എന്താ വെച്ചാൽ അവരൊന്നും ഗീത പഠിച്ചവരല്ല, പക്ഷെ അവർക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. കാരണം ഇതെല്ലാം നമ്മുടെ പ്രകൃതിയെ നമ്മൾ പൂജിച്ചാലേ പ്രകൃതി നമ്മളെയും നിലനിർത്തുകയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സംസ്കാരം നമ്മൾ ഹിന്ദുക്കളാണ് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? വാസ്തവത്തിൽ നമ്മുടെ ഹിന്ദുക്കൾക്കാണ് ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം ചിരപുരാതനമായി കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊക്കെ കളഞ്ഞു കുളിച്ചു. വിളക്ക് കൊളുത്തുന്ന സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സംസ്കാരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഇപ്പം അതൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ തീവ്രതയിൽ പോയി. ദീപം എന്നൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമോ? പണ്ട് ദീപം എന്നൊക്കെ എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്തുന്ന കാലമുണ്ട്. ഉണ്ടായിരുന്നോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടായിരുന്നില്ല? ഏകാദശികളൊക്കെ നോൽക്കുന്ന പഴയ കാലത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഇപ്പോഴും ഉണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മുടെ പഴയ സംസ്കാരങ്ങളും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ഈ ട്യൂഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷേത്രവും നാമജപവും ഇല്ലെങ്കിൽ ട്യൂഷൻ ഉണ്ടായിട്ടും പറയൂ കാര്യമില്ല. അവർക്ക് അക്കാഡമിക് നോളജ് ഉണ്ടാവും, മനുഷ്യരാവില്ല. മനസ്സിലായില്ലേ? ഒരു മനുഷ്യത്വം അവരിൽ ഉണ്ടാവില്ല. പിന്നെ എന്ത് വിദ്യാഭ്യാസം കൊണ്ടെന്താ കാര്യം? പറയൂ നിങ്ങൾ. അവസാനം തമ്മിൽ തല്ലിക്കൊല്ലാനും അല്ലെങ്കിൽ ഭാര്യയായിട്ട് പിണങ്ങാനും അവരവരുടെ സ്വാർത്ഥതയിൽ ജീവിക്കാനാണ് ഈ വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് അവരിലെ ഞാനെന്ന അഹങ്കാരം, ഞാനെന്ന ഭാവവും സ്വാർത്ഥതയും വാശിയും വീറും കൂട്ടാനാണ് ഈ വിദ്യാഭ്യാസം സഹായിക്കുന്നെങ്കിൽ ആ വിദ്യാഭ്യാസമാണോ നല്ലതെന്നാണ് പറയുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആ വിദ്യാഭ്യാസമാണോ സർവശ്രേഷ്ഠം? ഉറക്കെ പറയൂ നിങ്ങൾ. അല്ല, കാരണം ഒരു കൂട്ടായ്മയില്ല, സഹവർത്തിത്വമില്ല, സഹകരണമില്ല, ഒരു സമർപ്പണമില്ല, ഒരു പ്രകൃതിയോടൊരു ബഹുമാനമില്ല. ഇതൊക്കെ ഇല്ലാത്തൊരു ജീവിതം എന്ത് ജീവിതം? മനസ്സിലായില്ലേ? ഇതൊക്കെ ഇപ്പോൾ പൈസ ഉള്ളതിൻ്റെ ഒരു അഹങ്കാരം, അല്ലേ? എന്തും എനിക്ക് ഓർഡർ ചെയ്താൽ കിട്ടും, എന്തും എനിക്ക് പൈസ ഉണ്ടല്ലോ. അപ്പം ബോധമില്ല. നമ്മൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ കർഷകരുണ്ടെന്നൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാം എൻ്റെ പൈസയുടെ ഒരു അഹങ്കാരം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഏതോ നാട്ടിൽ ഏതോ കർഷകർ വെയിലും കൊണ്ട് പണിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് ഓർഡർ ചെയ്യുമ്പോൾ സാധനം പറയൂ കിട്ടുന്നു. അവരും നമ്മളെപ്പോലെ സ്വാർത്ഥത ചിന്തിച്ചിരുന്നെങ്കിലോ? അവരും കേരളത്തിലെ കുട്ടികളെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കല്ലുരുട്ടി വിഴുങ്ങേണ്ടി വരും, ഇല്ലേ? കുറച്ച് പേര് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് പറയൂ സുഖമായി വെട്ടി വിഴുങ്ങാൻ പറ്റുന്നത്. ആണോ അല്ലയോ? ഉറക്കെ പറയൂ നിങ്ങൾ. അപ്പം ആരും കൃഷി ചെയ്യണില്ല, ഞങ്ങൾക്കും വേണ്ട കൃഷി, എല്ലാവരും IT കാരാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തെടുത്ത് വിഴുങ്ങും മനുഷ്യൻ? അപ്പം നമുക്ക് ആ ബോധം വേണം കുട്ടികൾക്ക്. ഒരു തുളസി നടുമ്പോൾ അതൊരു ബോധമാണ്. പ്രകൃതി ഉണ്ടെങ്കിലേ ഞാനും ഉള്ളൊരു സമൂഹമുള്ളൂ. പ്രകൃതിയെ ഞാനൊരിക്കലും നശിപ്പിക്കരുത്. ഇതൊക്കെ ഈ സംസ്കാരം നമ്മുടെ കുട്ടികളിലൂടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്കൊക്കെ സാധിക്കണം. വേണ്ടേ? വേണം. അപ്പോൾ ഇവിടെ നിർത്താം. നമുക്കിനി രാസലീലയാണ്. അതിഗംഭീരമായ ഭാഗമാണ് ഏത്? ഗോപികമാരും കൃഷ്ണനുമൊത്തുള്ള രാസലീല. അതിലും ഒരു രാസം, ഒരു രസം, ഒരു തത്വം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് വ്യാസഭഗവാൻ ഇതെഴുതിയത്. അപ്പോൾ നമുക്ക് കാപ്പിക്ക് ശേഷം കുറച്ച് സമയം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും ഇനി ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ വളരെ മുന്നോട്ട് കയറിയിരിക്കണം. കാരണം രുക്മിണി സ്വയംവരമൊക്കെയാണെന്ന് വൈകുന്നേരം. അപ്പോൾ അതിഗംഭീരമായ ചടങ്ങൊക്കെ വരുമ്പം ആരും ഇടയ്ക്ക് സീറ്റ് ഒഴിച്ചിടരുത്, ചേർത്തിടണം. നമുക്ക് ഇനി രുക്മിണി സ്വയംവരം പോലുള്ള ചടങ്ങുകളുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും വേഗം കാപ്പി കഴിച്ചിട്ട് വേഗം വരിക.